ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ്ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ. യം ശൈവാസ്സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയംവോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയംവോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ പതിവ് പോലെ ഒരു ഓംകാര ജപ തപോനുഷ്ഠാനം, ഒരു തപോനുഷ്ഠാനം തന്നെയാണത്. തപസ്സിന് പലതും ചെയ്യാം. ശാരീരിക തലത്തിലുമുണ്ട് തപസ്, വാചിക തലത്തിലുമുണ്ട്, മനസ്തലത്തിലും ബുദ്ധിതലത്തിലുമുണ്ട്. ഇങ്ങനെ കൂട്ടായി ജപിക്കുന്നത് വാചിക തലത്തിലുള്ള ഒരു തപസ്സാണ്. ലോകം മുഴുവനും ഇതിൻ്റെ പ്രസരണം വ്യാപിച്ച് എല്ലാവർക്കും മംഗളകരമായ ഒരു അരുളപ്പാടുണ്ടാവണം എന്ന് സങ്കല്പിച്ച് കൂടെ ജപിക്കൂ എല്ലാവരും. ഇതാ ഓ എല്ലാവരും കൂടി ഈ ശ്ലോകം ചൊല്ലൂ. അന്തസ്ത്യക്തകഷായസ്യ പോരല്ലോ. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാഗതോ ഭോഗോ ന ദുഃഖായ
ന തുഷ്ടയേ ന ദുഃഖായ ന തുഷ്ടയേ ന ദുഃഖായ ന തുഷ്ടയേ ന ദുഃഖായ ന തുഷ്ടയേ നിസ്പൃഹം മാനസം യസ്യ നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ നൈരാശ്യേപി മഹാത്മനഃ തസ്യാത്മജ്ഞാനതൃപ്തസ്യ തസ്യാത്മജ്ഞാനതൃപ്തസ്യ തുലനാ കേന ജായതേ. തുലനാ കേന ജായതേ. നോക്കൂ, ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളാണ്, ദ്വന്ദ്വങ്ങളുടെ സമാഹാരങ്ങളാണ്. ഈ ദ്വന്ദ്വ സമാഹാരങ്ങൾ എവിടെയൊക്കെ ആകാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ കണ്ണുകൊണ്ട് കാണുന്നതാണ്. അതുകൊണ്ട് കാഴ്ചകളിലാകാം, ശബ്ദങ്ങളിൽ ശ്രവണങ്ങളിലാകാം, വാസനകൾ മണങ്ങളിലാകാം, രസങ്ങൾ രുചികളിലാകാം, പിന്നെ സ്പർശങ്ങളിലുമാകാം. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും തലത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കൂട്ടായ്മയിലും ദ്വന്ദ്വങ്ങളുടെ സമാഹാരങ്ങൾ മാത്രമാണ് ഉള്ളത്. പിന്നെ വാചിക തലത്തിലുണ്ടാകാം, പിന്നെ ഒന്ന് മനസ്തലത്തിലും ബുദ്ധിതലത്തിലുമാണ്. ഇവിടെ എവിടെയെല്ലാം ഉണ്ടോ എല്ലാ ദിക്കിലും ദ്വന്ദ്വങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ദ്വന്ദ്വങ്ങളിൽ രണ്ടും നമ്മളെ മോഹിപ്പിക്കുന്നതാണ്. എന്താ ഈ മോഹം, ഭ്രമം എന്ന വാക്കിന് അർത്ഥം? അതിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലായ്മയിലൂടെ നമ്മളെ മോഹിപ്പിക്കുന്നു, ഇഷ്ടമുള്ളതോ ഇഷ്ടത്തിലൂടെ മോഹിപ്പിക്കുന്നു. അങ്ങനെ മോഹിപ്പിച്ചാൽ നമുക്കുണ്ടാവുന്നത് എന്താ? ഒരു ഭാഗത്ത് സന്തോഷം, പിന്നെ ഒരു ഭാഗത്ത് സന്തോഷക്കേട് അല്ലെങ്കിൽ സന്താപം. ഇങ്ങനെ രണ്ടെണ്ണേ ഈ ലോകത്തിലെ എല്ലാവർക്കും അനുഭവമുള്ളൂ എന്ന് ഈ സദസ്സൊന്ന് മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവനുമുള്ള ഒരു വിവരണമായി നമ്മുടെ കയ്യിൽ. ഈ ദ്വന്ദ്വങ്ങൾ ലോകം രചിക്കുന്നത് തനതായോ സ്വന്തമായോ സ്വതന്ത്രമായോ അല്ല. ഒരു പദാർത്ഥം എൻ്റെ മുൻപിലുണ്ട്, അത് ഞാൻ കാണണമെങ്കിൽ എൻ്റെ കണ്ണും ഞാനും ചെന്നാലേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും കാണപ്പെടാതെ. അപ്പോൾ എന്തെല്ലാം ഇന്ദ്രിയാനുഭവങ്ങൾ ലോകവസ്തുക്കളുടെ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ, ആ അനുഭവങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതായ മനസ്ഥലത്തിലുമാണ്. അപ്പോൾ സർവ്വദ്വന്ദ്വങ്ങളും നമ്മുടെ മനസ്സാണ് രചിക്കുന്നത് എന്ന് വരുമ്പോൾ ഈ ദ്വന്ദ്വങ്ങളെ സമീകരിച്ചെടുക്കാനുള്ള സാധ്യതയും അതിനുള്ള ശക്തിയും കഴിവും മികവുമെല്ലാം നമ്മുടെ മനസ്സിനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ലോകത്തെ ജയിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നടന്ന് ജയിക്കുകയല്ല. സാധാരണ നമുക്ക് വളരെ രസകരമായ ഒരു ദൃഷ്ടാന്തമുണ്ടതിന്. പരമശിവൻ്റെ 2 കുട്ടികളാണല്ലോ, സുബ്രഹ്മണ്യനും ഗണേശനും വിഘ്നേശ്വരനും. അതിൽ വിഘ്നേശ്വരന് ബുദ്ധി കൂടുതലാണെന്നാണ് വെപ്പ്. കാര്യം സുബ്രഹ്മണ്യനെ ഏറ്റവും വലിയ ജ്യോത്സ്യനായിട്ടാണ് പറയുക, സർവ്വ ആൾക്കാർക്കും ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഗണേശൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഗണേശൻ കൊടവയറിനാണ് ബുദ്ധി കൂടുതൽ. അപ്പോൾ ഒരു ദിവസം ഒരു കൊല പഴം അപൂർവമായിട്ട് അവിടെ കയ്യിൽ കിട്ടി. പാർവതിയുണ്ട്, പരമശിവനും ഉണ്ട്. മക്കൾക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനമായി കൊടുത്തു കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ 2 ആളും പുറപ്പെടൂ, ഈ ലോകത്തെ മുഴുവനും പ്രദക്ഷിണം വെച്ച് വരണം. ആ പ്രദക്ഷിണം വെച്ച് ആരാണോ മുമ്പ് ഇവിടെ എത്തണത് ആ ആൾക്കാണ് ഈ പഴം എന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം. നമ്മുടെ സുബ്രഹ്മണ്യൻ മയിലിൽ കയറി അങ്ങോട്ട് പുറപ്പെട്ടങ്ങോട്ട് തുടങ്ങി വേഗം പറക്കൽ. ഗണേശൻ മിണ്ടാതെ അവിടെ ഇരുന്നു. നമ്മുടെ സഹോദരന് ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന്. ഈ സുബ്രഹ്മണ്യനെ ജ്യേഷ്ഠനായിട്ടാണ് തെക്കേ ഇന്ത്യയിൽ പരിഗണിക്കുക. എന്നാൽ അവിടെ ചെന്നാൽ ഗണേശനാണ് ജ്യേഷ്ഠൻ വടക്കേ ഇന്ത്യയിൽ. അപ്പോൾ മിണ്ടാൻ്റെ അവിടെ ഇരുന്നു. കണ്ണു മറഞ്ഞു പോയി ചേട്ടനെന്ന് കണ്ടപ്പോൾ അച്ഛനെ അമ്മയെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളെയാണ് 3 പ്രദക്ഷിണം വയ്ക്കാൻ പോണേന്ന്. 3 പ്രദക്ഷിണം വെച്ചു. ഞാൻ ലോകത്തെ മുഴുവൻ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞു, ആ പഴം എനിക്ക് തരുമെന്ന് പറഞ്ഞു. അവർ കൊടുത്തു, അസലായിട്ട് കഴിച്ചു.
പാവം ഈ ചേട്ടച്ചാരെന്ത് ചെയ്തു? മലകൾ മുഴുവൻ കയറി ഇറങ്ങി സമുദ്രത്തിൻ്റെ മുകളിൽ കൂടി പറന്ന് അവസാനം ഓടിക്കതച്ച് വന്നപ്പോൾ പഴമില്ല അവിടെ. എവിടെ പഴം എന്ന് ചോദിച്ചപ്പോൾ പഴം ആദ്യം പ്രദക്ഷിണം കഴിച്ച് വന്നവന് കൊടുത്തു എന്ന് പറഞ്ഞു. അതാരാ? അവിടെ ഇരിക്കുന്നു കുടവയറൻ. ഇതിനെന്താ അർത്ഥം എന്നാ നിങ്ങൾ വിചാരിക്കണേ? ഇതിൻ്റെ മുഴുവനും താക്കോല് നമ്മുടെ കയ്യിലാണപ്പാ. ഇത് പുറത്താണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ലോകത്തിൻ്റെ ഞെളിച്ചലും പിരിച്ചിലും ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൻ്റെ മുൻപിൽ ഇത് ഏശാൻ പോണില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിന് ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അനുഭവം ഉണ്ടാക്കണമെങ്കിൽ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മൾ കടം കൊടുക്കണം. ലോകമേ ദാ ഞാൻ എൻ്റെ കണ്ണിനെ തരണു നിനക്ക്, എന്നെ കണ്ണുകൊണ്ട് നിന്നെ കുറച്ച് സമയം കണ്ടുകളയാം. അങ്ങനെ കണ്ണിനെ കൊണ്ട് കാണിക്കാൻ വേണ്ടി മനസ്സ് സമ്മതിക്കും വേണം. ഞാൻ കണ്ണിനെ വേണ്ട എനർജി ശക്തി നൽകി പ്രേരണ നൽകി കാണിച്ചോളാം എന്ന് പറയണം. അപ്പോൾ ഈ ലോകം എന്താട്ടം ആടാൻ പറ്റുന്ന പറയണത് നിങ്ങളുടെ മുൻപിൽ. പക്ഷേ ഇത് മനസ്സിലാക്കണം. അതാണ് ഇത് ധീരന്മാർക്കുള്ളതാണ്, ബുദ്ധിമാന്മാർക്കുള്ളതാണ്, ആത്മനിഷ്ഠർക്കുള്ളതാണെന്ന് പറയുന്നത്. നമ്മുടെ ശരീരം വളരെ പരിമിതമാണ്, സമ്മതിച്ചു, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടായതാണ്. ശരീരത്തിൻ്റെ പരിമിതി നാം നിഷേധിക്കുന്നില്ല. അതൊരു ലോകവസ്തുവാണ്, ലോകത്തെ പോലെയാണ്. പക്ഷേ ശരീരം നമുക്ക് അനുഭവിക്കാനുള്ള ഒരു ഉപാധി, ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം മാത്രമാണ്. ആ ശരീരത്തിൻ്റെ അംഗങ്ങളെ മുഴുവൻ പ്രവർത്തിപ്പിച്ച് ഓരോരോ മണ്ഡലത്തിലും വേണ്ട കാര്യങ്ങൾ ചെയ്യണതും ചെയ്യിപ്പിക്കുന്നതും മനസ്സാണ്. ആ മനസ്സാകട്ടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാനുള്ള പ്രേരണ മനസ്സിൽ നിന്ന് പുറപ്പെട്ടിട്ട് വേണം. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് കൂടെ താങ്ങി നിൽക്കണം. ആ പ്രവർത്തനം അനുഭവ രൂപത്തിൽ മാറ്റി ഓർമ്മയാക്കി പരിണമിപ്പിച്ച് നമ്മുടെ കൂടെ വച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാ അനുഭവങ്ങളെയും സമാപിപ്പിക്കുന്നതും മനസ്സാണ്. ആ മനസ്സാണ് സർവസ്വം 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 എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഈ അഷ്ടാവക്ര സംഹിതയിലെ അടിമുടി ഇതാണ്. ഇത് തന്നെയാണ് വാസ്തവത്തിൽ ഭഗവത്ഗീതയിൽ, ഇത് തന്നെയാണ് ഉദ്ധവഗീതയിൽ, ഇത് തന്നെയാണ് യോഗവാസിഷ്ഠ രാമായണത്തിൽ. നമുക്ക് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ എത്രയവിടെ? ത്രേതായുഗത്തിലാണെങ്കിൽ ശ്രീരാമന് 16 വയസ്സുള്ളപ്പോൾ വസിഷ്ഠ മഹർഷി 18 ദിവസം അയോധ്യ രാജധാനിയിൽ അച്ഛനമ്മമാരും മന്ത്രിമാരും പ്രധാനപ്പെട്ട പ്രമുഖന്മാരും എല്ലാവരും ഇരുന്ന ഒരു നിറഞ്ഞ സദസ്സിൽ 18 ദിവസമാണ് 16 വയസ്സുള്ള ശ്രീരാമനെ നോക്കി വസിഷ്ഠ മഹർഷി കാലത്ത് മുതൽക്ക് വൈകുന്നേരം വരെ ഉപദേശിച്ചത്. ആ ഉപദേശം ഏതാണ്ട് പകുതി ആവുമ്പോഴേക്കും അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് രാമൻ കണ്ണടച്ച് നിശ്ചലനായി, നിശബ്ദനായി. വസിഷ്ഠ മഹർഷിക്ക് പറയാൻ പറ്റാതെ, കേൾക്കാൻ ആളില്ലാതെ അദ്ദേഹം നിർത്തി. രാമൻ കണ്ണു തുറന്ന് ദേഹബോധത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടപ്പോഴേ വസിഷ്ഠ മഹർഷി ഉപദേശം തുടങ്ങിയുള്ളൂ. വാൽമീകി മഹർഷിയാണ് യോഗവാസിഷ്ഠ രാമായണത്തിൻ്റെ കർത്താവ്. അദ്ദേഹം പറയണു, ഇത് രാമന് മാത്രമല്ല സംഭവിച്ചത്, മറ്റു പലർക്കും ആ സദസ്സിൽ സംഭവിച്ചു എന്ന്. അപ്പോൾ ഇത് അപൂർവമായി ഒരു രാമന് വേണ്ടിയിട്ടുള്ളതല്ല. ആർക്കാർക്കെല്ലാം പാഞ്ചഭൗതികമായ ശരീരമുണ്ടോ, പഞ്ചേന്ദ്രിയങ്ങളുണ്ടോ, ഈ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നതായ മനസ്സുണ്ടോ, ദേഹവിലക്ഷണമായ ആത്മസ്ഫുരണമായ മനസ്സുണ്ടോ, അവർക്കെല്ലാവർക്കും ഈ ഉപദേശം ഉൾക്കൊള്ളാം. രാമനും കൂട്ടർക്കും ഉണ്ടായതുപോലെയുള്ള ആ ആത്മാനുഭവ മഹിമ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പറയുന്നത് അർത്ഥവത്താകണമെങ്കിൽ ഈ ഒരു താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടണം. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ തുറക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ മനസ്സാണ്. ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും കിടന്നുറങ്ങി. എവിടെ പോയപ്പാ നിങ്ങളുടെ ശരീരം? എവിടെ പോയി നിങ്ങളുടെ ഫ്ലാറ്റ്, നിങ്ങളുടെ വീട്? എവിടെ പോയി നിങ്ങളുടെ ഡ്രസ്സ്? എവിടെ പോയി തൃശ്ശൂർ നഗരം പരിസരങ്ങളെല്ലാം? എവിടെ പോയി ഭൂതലമാകെ? സർവ്വതും അസ്തമിച്ചുല്ലോ. അസ്തമിപ്പിച്ചത് ആരാ? ലോകമോ അസ്തമിപ്പിച്ചത്? ശിവനാണോ അസ്തമിപ്പിച്ചത്? അതോ ശിവരൂപത്തിലുള്ള നിങ്ങളുടെ ജീവനോ അസ്തമിപ്പിച്ചത്? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം.
അങ്ങനെ അസ്തമിപ്പിച്ച അതേ സാന്നിധ്യം ഇന്ന് കാലത്ത് നിങ്ങളെ കൊണ്ട് എഴുന്നേൽപ്പിച്ചു. അപ്പോഴാണ് ഈ ലോകം നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ ലോകം ഒരാളെയും അനുഭവിക്കുന്നില്ല. ലോകം ജഡമാണ്. ഭൂമി ജഡം, ജലം ജഡം, വായു ജഡം, അഗ്നി ജഡം, ആകാശം ജഡം. ഇത് 5 എണ്ണമല്ലാതെ ഈ ലോകത്തിൽ എന്താ ഉള്ളത്? എവിടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക? ആ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതുമാണ് നമ്മുടെ ശരീരവും. അങ്ങനെ പാഞ്ചഭൗതികമായ ലോകത്തിൽ പാഞ്ചഭൗതികമായ ശരീരം അതോടുകൂടി ജീവിക്കുമ്പോൾ എല്ലാം തന്നെ ജഡമാണ്, അചേതനമാണ്. അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ദേഹമല്ലാത്ത, ദേഹത്തിൻ്റെ ഭാഗമല്ലാത്ത, ദേഹവിലക്ഷണമായിരിക്കുന്ന ആത്മസ്ഫുരണമായ മനസ്സാണ്. ആ മനസ്സാണപ്പാ, അതാണ് സർവ അനുഭവങ്ങളുടെയും സ്രോതസ്സ്, അതിൻ്റെ ഉത്പത്തിസ്ഥാനം, അതിൻ്റെ സ്രോതസ്സാണത്. സ്രോതസ്സ് എന്ന് പറയുമ്പോൾ ഇത്ര വലിയ ലോകത്തെ അത് അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അനുഭവിപ്പിക്കാനുള്ള ആ സാധനം അതിനേക്കാൾ എത്രയോ മികച്ചതും പരമവുമാണ്. അങ്ങനെ ഒരു വിശേഷപ്പെട്ട സാന്നിധ്യത്തെ പേറി നടക്കുന്നവനാണ് മനുഷ്യൻ. നാം കഴുതകളല്ല. കഴുതകൾക്ക് ചുമക്കാനേ പറ്റൂ. മുതുകത്ത് കയറ്റി വച്ചിട്ടുള്ള കരിങ്കല്ല് പോലും സ്വർണം പോലും അത് ചുമന്നു കൊണ്ടുപോകും. മഹാഭാവത്തിന് അറിയില്ല മുതുകിൽ എന്താണെന്ന്, അതിൻ്റെ ഭാരം മാത്രമേ അറിയുള്ളൂ. സ്വർണം അതിൻ്റെ മുതുകിൽ വെച്ച് അങ്ങോട്ട് തൊളിച്ചാൽ അത് തൊണ്ടുപോകും. അതിന് സ്വർണമാണെന്ന് അറിയില്ല, ഭാരമാണെന്നേ അറിയുള്ളൂ. നമ്മൾ അതുപോലെ ആകരുത്. മറ്റുള്ള ശരീരങ്ങളെപ്പോലെയാണ് നമ്മുടെ ശരീരം എന്നുള്ളത് നഗ്നസത്യമാണ്. പക്ഷേ ശരീരം മാത്രമേ മറ്റുള്ളതുപോലെയുള്ളൂ. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവ് മനോരൂപത്തിലും ബുദ്ധിരൂപത്തിലും അഹങ്കാര രൂപത്തിലും സദാ പ്രവർത്തിച്ചുകൊണ്ട് പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ശക്തി മൃഗങ്ങൾക്കുള്ളതുപോലെയല്ല. അവിടെയാണ് മനുഷ്യത്തനിമയുടെ മികവ്, അതാണ് മനുഷ്യത്തന്മയുടെ നിറവ്, അതാണ് അതിൻ്റെ തിറവ്. നിങ്ങളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ച ജീവിതം അതിൽ ലാഘവമായി. ഒരു സ്ഥലത്തും നാം കുമ്പിടില്ല, അടിമയാവില്ല. തല നിവർന്ന് പിടിച്ച് ഇവിടെ ഒരു മാസ്റ്ററോ ഒരു മിസ്ട്രസ്സോ ആയി നമുക്ക് ജീവിക്കാം. ഒരു യജമാനനോ അധീശത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും നമുക്ക്. ഈ ലോകം നമ്മളെ അടിമയാക്കേണ്ടതല്ല. നാം ലോകത്തെ കാലുകൊണ്ട് ചവിട്ടിയമർത്തി ഭൂമിയിൽ നിൽക്കുന്നത് പോലെ നമ്മുടെ മനസ്സുകൊണ്ട് അമർത്തി ഈ ലോകത്തിൽ നമുക്ക് വാഴാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഉപദേശം മുഴുവനും. ഈ അഷ്ടാവക്ര സംഹിത അടിമുടി ഇത് തന്നെയാണ് പറയുന്നത്. മാറി ഓരോ ശ്ലോകത്തിൽ പറയുക. നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ. ലോകത്തിൽ ആശ എന്നൊന്നുണ്ട്. എല്ലാ ആശകളെയും ഉപേക്ഷിച്ചാൽ നൈരാശ്യമായി. അപ്പോൾ ഒരൊറ്റ ദ്വന്ദ്വേ ഉള്ളൂ നമ്മുടെ മുൻപിൽ, ആശ നൈരാശ്യം എന്ന് പറയണത്. ആശകൾ വേണ്ട എന്ന് പറയുന്നത് പോലെ നൈരാശ്യത്തിൽ പോലും നമുക്ക് ഉപേക്ഷാബുദ്ധി വന്ന് ആശ നൈരാശ്യം എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങളെ അതിജീവിച്ച് കഴിയാൻ പറ്റും. ഇഷ്ടാനിഷ്ടങ്ങളെ അതിജീവിക്കുന്നത് പോലെ, ലാഭനഷ്ടങ്ങളെ അതിജീവിക്കുന്നത് പോലെ, സുഖദുഃഖങ്ങളെ അതിജീവിക്കുന്നത് പോലെ, പാപപുണ്യങ്ങളെ അതിജീവിക്കുന്നത് പോലെ, സ്വർഗനരകങ്ങളെ അതിജീവിക്കുന്നത് പോലെ, ജന്മമരണങ്ങളെ അതിജീവിക്കുന്നത് പോലെ, പൂർവാപര ജന്മങ്ങളെ അതിജീവിക്കുന്നത് പോലെ നമുക്ക് ആശയെയും നിരാശയെയും അതിജീവിച്ച് കഴിയാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെ ആശയും നിരാശയും രണ്ടും നമ്മളെ തളർത്താനോ മോഹിപ്പിക്കാനോ പറ്റാത്ത ഒരു നില നമ്മൾ കൈവറ്റിയോ നാം നേടിയോ ഈ ലോകത്തിന് ജയിച്ചു കഴിഞ്ഞു. തസ്യ ആത്മജ്ഞാന തൃപ്തസ്യ തുലനാ ഖേന ജായതേ. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ആത്മജ്ഞാന തൃപ്തിയുള്ളവൻ. എന്തുകൊണ്ടാ തൃപ്തി? സ്വർണ്ണ പണ്ടം കൊണ്ടല്ല, കസവ് വെച്ച സാരി ഉടുത്തത് കൊണ്ടല്ല, ഒന്നാം തരം കോട്ട് ധരിച്ചത് കൊണ്ടല്ല, നല്ല കാറ് കിട്ടിയത് കൊണ്ടല്ല, സന്താനങ്ങളും മിടുക്കന്മാരായതുകൊണ്ടല്ല. ഒരു തരത്തിലുള്ള പ്രഭുത്വം ഈ ലോകത്തിൽ അയാൾക്കില്ല. പക്ഷേ തൻ്റെ മനസ്സിലുള്ള ദ്വന്ദ്വങ്ങളെ
അവയാൽ മോഹിപ്പിക്കപ്പെടാതെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മഹത്വം താൻ നേടിയെടുത്തു എന്നുള്ളതാണ് ആ മനുഷ്യൻ്റെ വൈഭവം. ആ തൃപ്തിയാണ് ആത്മജ്ഞാനം കൊണ്ടുള്ള തൃപ്തി. ഒരു വസ്തു കിട്ടിയത് കൊണ്ട് ലാഭം കൊണ്ടുള്ള തൃപ്തിയല്ല, കൈയടക്കിയത് കൊണ്ടുള്ള തൃപ്തിയല്ല, ഉടമസ്ഥാവകാശത്തിൻ്റെ പേരിലുള്ള തൃപ്തിയല്ല. ആ തൃപ്തി ആത്മജ്ഞാന തൃപ്തിയാണ്. അങ്ങനെ ആത്മജ്ഞാനത്താൽ തൃപ്തനായിട്ടുള്ളവൻ തുലന കേനജായതേ. ആ ആൾക്ക് സമാനമായിട്ട് ഒന്നും ഇവിടെ ദൃഷ്ടാന്തമായി പറയാനില്ല. ആ ആളുടെ മഹത്വം, അദ്ദേഹത്തിൻ്റെ മേന്മ, അദ്ദേഹത്തിൻ്റെ ഉൾവൈഭവം, അദ്ദേഹത്തിൻ്റെ ഉള്ളാഴം, അദ്ദേഹത്തിൻ്റെ ഉൾപ്രഭാവം എന്ത് കണ്ടാലും മയങ്ങാതെ മോഹിക്കാതെ താൻ സ്വയം തൃപ്തനായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു വൈഭവമുണ്ടല്ലോ, ആ വൈഭവത്തോടു കൂടി ഒന്ന് സാദൃശ്യപ്പെടുത്താൻ ലോകത്തിൽ ആരുമില്ല, ഒന്നുമില്ല എന്ന് പറയുന്നു അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവിനെ നോക്കി. അധ്യാത്മജ്ഞാനം ജ്ഞാനം എന്ന് പറഞ്ഞാലും ഈ അധ്യാത്മജ്ഞാനത്തിൻ്റെ മികവ് എപ്പോഴാണ് സഫലമാകുക? വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യൻ പറയുന്നു, ജ്ഞാതേ വസ്തുന്യഭിബലവതി വാസനാനാതിരേഷ കർത്താ ഭോക്താപ്യഹമിതി ദൃഢ യാസ്യ സംസാരഹേതുഃ പ്രത്യഗ്ദൃഷ്ട്യാത്മനി നിവസത സാപനേയ പ്രയത്നാത് മുക്തിം പ്രാഹുസ്തതിഹ മുനയോ വാസനാതാനവം യത്. എല്ലാ ശാസ്ത്രങ്ങളിലും ഇത് കാണാം. അത് തിരഞ്ഞെടുത്ത് പിടിക്കണം. ശാസ്ത്രം സ്വയം നമ്മളോട് സംസാരിക്കില്ല, അത് തുറന്നു വായിക്കണം, അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്നത് കേൾക്കണം. കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രതികരണം ഉണ്ടാവണം. ആ പ്രതികരിക്കുന്ന മനസ്സാണ് ഇവിടെ പ്രധാനം. ശങ്കരാചാര്യൻ പറഞ്ഞിരിക്കുകയാണ്, ജ്ഞാതേ വസ്തുന്യഭിബലവതി വാസനാനാതിരേഷ. ഈ ആത്മാവിനെ അറിയണം. സ്വാമിജി, അത് അറിവിന് പാത്രമല്ലേ, അറിവിന് വിധേയമല്ലേ? അതെ. അപ്പം ഞാൻ ആത്മാവിനെ കണ്ണടച്ചിരുന്നു, എനിക്ക് മനോവൃത്തികളൊക്കെ ശമിച്ചു, സമാധി എന്ന് പറയുന്ന നില കിട്ടി, മുഴുവനായി, ഞാൻ കേമനായി. ഒരിക്കലുമില്ല. അതതിൻ്റെ ചെറിയ തുടക്ക. നമ്മുടെ മനോവൃത്തികളും മന്ത്രങ്ങളും തന്ത്രങ്ങളുമെല്ലാം ഉപശമിച്ച് നമുക്കൊരു പ്രശാന്തത അനുഭവപ്പെട്ടു, നൈശ്ചല്യം വന്നു എന്നിരിക്കട്ടെ. ആ നൈശ്ചല്യം എങ്ങനെ വന്നു? അതിനെ വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയണം. ചിന്തകളെല്ലാം ഉപശമിച്ച് മനസ്സ് നിശ്ചിന്തമാകുമ്പോൾ നിങ്ങൾ സർവ്വചിന്തകളുടെയും ഉറവിടത്തിലേക്ക് പോകുകയാണ്. ഉറവിടം, എല്ലാ ചിന്തകളുടെയും ഉറവിടം എന്ന് പറഞ്ഞാൽ സർവ അനുഭവങ്ങളുടെയും ഉറവിടമാണ് എന്ന് പറഞ്ഞാലോ? എല്ലാ ചിന്തകളുടെയും ഉറവിടം സമ്മതിച്ചു. ആ ചിന്തകളെ എന്തിനെ ചൊല്ലി ഉണ്ടായോ അതിൻ്റെയും ഉറവിടം, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ അത് മാത്രമല്ല, ദൃശ്യത്തെ മുഴുവൻ അനുഭവിപ്പിക്കുന്നത് മനസ്സാണ്, മനോവൃത്തികളാണ്. ആ മനോവൃത്തികളുടെ ഉദ്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ വെറും വൃത്തികളുടെ ഉദ്ഭവസ്ഥാനമല്ല, വൃത്തികൾക്ക് നിദാനമായിട്ടുള്ളത് എന്തോ വസ്തുക്കൾ, അതിൻ്റെയും ഉദ്ഭവസ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടരെ? ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉദ്ഭവസ്ഥാനമാണ് ദൃഷ്ടൃകോശം. സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കോ? ഉണ്ടില്ല, ബ്ലാങ്കാണ്. നിങ്ങൾക്ക് ആർക്കും ബുദ്ധിയില്ല കൂട്ടരെ. ഈ ലോകം മുഴുവനും വെള്ളത്തിലെ കൊമിള പോലെ പൊന്തിക്കിടക്കണത് എവിടെയാന്ന് ഈ സദസ്സിലൊന്ന് എന്നോട് പറയൂ. എന്താ ആരും മിണ്ടാതെ? ഒന്ന് പറയണപ്പ. 18-23 കൊല്ല ഈ സ്വാമി നിങ്ങളോട് സംസാരിക്കുന്നത്. 23 കൊല്ലം. ഈ കാണുന്ന ഗോപുരം, ഈ ഭൂമി, അതിന് ചുറ്റുമുള്ള സമുദ്രം, അതിന് ചുറ്റുമുള്ള വായുകോശം, അതിനെ ചുറ്റി നിൽക്കുന്ന ആകാശ വ്യാപ്തി,
ആ വ്യാപ്തിയിൽ പാറിപ്പറന്ന് നടക്കുന്ന ഗോള സമുച്ചയം ഇതെല്ലാറ്റിനെയും വെള്ളത്തിലെ കുമിളകൾ പോലെ ഉള്ളിൽ മനോവൃത്തികളായി, പ്രതിച്ഛായകളായി, പ്രതിബിംബങ്ങളായി അനുഭവിപ്പിക്കുന്നത് ആരാ? അനുഭവിക്കുന്നത് എവിടെയാണെന്നൊന്ന് പറയൂപ്പാ. ആരെങ്കിലും ഒന്ന് എണീറ്റ് നിന്ന് പറയും. ഒന്നിലോ ധൈര്യം മനസ്സിൽ. അപ്പം നിങ്ങളുടെ മനസ്സാണോ ഈ ലോകത്തിൻ്റെ മുഴുവനും സ്രോതസ് എന്നൊരു ചോദ്യം എൻ്റെ. അതേന്ന് പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മുക്തനായി. ആയിയപ്പാ, ആയി. ഈ മിനിറ്റിലായി, ഈ സെക്കൻഡിലായി, ഇവിടെയായി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആത്മസാക്ഷാത്കാരത്തോട് കൂടിയേ നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ദ്രഷ്ടാവിൽ പൊന്തി അമരുന്നതാണ് ദൃശ്യപ്രതീതികൾ. ദൃശ്യത്തിൽ പൊന്തി അമരുന്നതല്ല ദ്രഷ്ടാവ്. ഉറങ്ങുന്ന സമയത്ത് ദൃശ്യം മുഴുവനും പോയി, നിങ്ങളുടെ ശരീരവും പോയി. ഉറങ്ങുന്നവൻ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നവൻ അസ്തമിച്ചിട്ടില്ല. ഉറങ്ങുന്നവൻ അങ്ങനെ തന്നെ എണീറ്റ് ഞാൻ ഉറങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത്. എന്നാൽ ആ ഉറങ്ങുന്നവൻ ഒഴിച്ച് അവൻ്റെ ഉണർവ് അവസ്ഥയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അത് മുഴുവനും അസ്തമിച്ചു, തിരോധാനം ചെയ്തു. അവൻ മാത്രം ബാക്കി വന്നു. നിങ്ങൾ പറയൂ, ദൃശ്യമല്ലേ അമരുന്നത്? ദ്രഷ്ടാവ് എപ്പോഴെങ്കിലും അമർന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? എന്താ അവരും മിണ്ടാതെ? ഒന്ന് പറയുന്നപ്പാ. വേണ്ടാതെയെങ്കിലും പറയും. പൊളിയായിക്കോട്ടെ, എന്നാലും പറയൂപ്പാ. നിങ്ങൾ ജനിച്ചതിന് ശേഷം എത്ര മോഹാലസ്യപ്പെട്ടാലും കൂടി ആ മോഹാലസ്യപ്പെടുന്നവൻ മറഞ്ഞു പോയോ എന്നാണ് ചോദ്യം. അപ്പം ഇവിടെ അതിജീവിക്കുന്നത് ആരെ? ഈ ദൃശ്യത്തെ. എന്തിനെ? ഒരിക്കലും ദ്രഷ്ടാവിനെ അതിജീവിക്കുന്നില്ല ആ ദൃശ്യം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ അറിവ് കൊണ്ടുള്ള തൃപ്തിയാണ് നമുക്ക് തൃപ്തിയപ്പാ. ഇവിടെ പണം കൊണ്ടുള്ള തൃപ്തിയല്ല, കുടുംബം കൊണ്ടുള്ള തൃപ്തിയല്ല, സ്ഥാനമാനങ്ങൾ കൊണ്ടുള്ള തൃപ്തിയല്ല, ഒന്നുമല്ല. തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ, ജ്ഞാനത്തിൽ തൃപ്തി നുണയാൻ നിങ്ങൾക്ക് സാധിക്കണം. കഥം ജ്ഞാനമവാപ്നോതി എന്നാണ് ചോദിച്ചത് ആര്? ജനകൻ. കഥം ജ്ഞാനമവാപ്നോതി, അറിവെങ്ങനെ കൈവരിക്കാം എന്നായിരുന്നു ചോദ്യം. അയൽ രാജ്യത്തിനെ എങ്ങനെ പിടിക്കാം എന്നല്ല ചോദിച്ചത്. ഉദ്ധവൻ ചോദിച്ചപ്പോൾ പറയുകയാണ് കൃഷ്ണൻ, എന്താണ് ഏറ്റവും വലിയ ധനം? കൃഷ്ണൻ മറുപടി പറയുന്നു, സന്തുഷ്ടിയാണ് പരമധനമെന്ന്. കേൾക്കുവപ്പാ, ഇതാണ് ഭാരതത്തിൻ്റെ മൊഴി. ശാശ്വതമായിരിക്കുന്ന പ്രസ്താവന, വിലയിരുത്തൽ. ഭാരതീയർ ലോകത്തിനെ കണ്ട് ഭ്രമിപ്പിക്കുന്നവരല്ല. ഒരു ഭാഗത്ത് ഹിമാലയം പടുകൂറ്റൻ, 3 ഭാഗത്ത് സമുദ്രം. നമ്മളെ രക്ഷിക്കുന്ന ഒരു പ്രകൃതി വിശേഷം, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് പഠിച്ചവരാണ് നമ്മൾ. നാം ആശയ്ക്ക് വശംവദരായിട്ടില്ല. അയൽ രാജ്യങ്ങളെ പിടിക്കണം എന്ന് നാം വിചാരിച്ചില്ല. അശോകൻ നീണ്ട ചക്രവർത്തി ആയതിനു ശേഷം എന്താ ചെയ്തത്? വാളങ്ങോട്ട് ഇറക്കി കൊടുത്തു, ഇനി പടവെട്ടില്ല എന്ന് പറഞ്ഞ്. നമ്മുടെ ശിവാജി എന്ത് ചെയ്തു? ചക്രവർത്തിയായി എല്ലാം വെട്ടിപ്പിടിച്ചതിന് ശേഷം രാമദാസിൻ്റെ അടുത്ത് ചെന്ന്, ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ആ വാള് മുമ്പിൽ വെച്ച് നമസ്കരിക്കുക ചെയ്തത്. അശ്വമേധയാഗം കഴിഞ്ഞ്, നിങ്ങൾക്കിതൊക്കെ കേൾക്കണോ? അശ്വമേധയാഗം നടത്തി ദശരഥ ചക്രവർത്തി. അതൊക്കെ കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിൻ്റെ മനസ്താപം നിങ്ങൾ മനസ്സിലാക്കണം. കൗസല്യയെ കല്യാണം കഴിച്ചു. ശാന്ത എന്നൊരു പെൺകുട്ടി ഉണ്ടായി. ആ കുട്ടിയെ ലോമപാദന് ദത്തു കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യോ? ആദ്യം ഉണ്ടായ ഒരു പെൺകുട്ടി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഉദാര ബുദ്ധി നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷം കൗസല്യ ഗർഭം ധരിച്ചില്ല. സുമിത്രയെ കല്യാണം കഴിച്ചു. ഡിറ്റോ ഒന്നും ഉണ്ടായില്ല. പിന്നെയാണ് കൈകേയിയെ വിവാഹം കഴിച്ചത്. കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞു, ഒരു കുട്ടി ഉണ്ടായില്ല. സിംഹാസനത്തിലിരിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ് പരിതപിച്ചപ്പോഴാണ്
വസിഷ്ഠ മഹർഷിയോട് ചോദിച്ച് അശ്വമേധയാഗം നടത്തി. ആ അശ്വമേധയാഗം ഋത്വിക്കുകൾ എല്ലാവരും കൂടി ഭംഗിയായി നടത്തിയപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണപ്പാ ത്രേതായുഗത്തിലേക്ക്. ആ മഹാരാജാവിൻ്റെ മനസ്സിലുണ്ടായ തൃപ്തി ഉണ്ടല്ലോ, ആ തൃപ്തിയെ അളക്കാൻ ആരുമില്ല, ഒന്നുമില്ല. അദ്ദേഹം ആ തൃപ്തനായിട്ട് പറയാണ്, ദാ എൻ്റെ അയോധ്യ രാജ്യത്തെ 4ആയി പങ്കുവയ്ക്കുന്നു 4 ഋത്വിക്കുകൾ ഞാൻ ദക്ഷിണയായി തരണു എന്ന് പറഞ്ഞു കൊടുത്തു. മിണ്ടിയില്ല വസിഷ്ഠൻ. അത് കഴിഞ്ഞതിന് ശേഷം മഹാരാജാവെ, അങ്ങയുടെ ഉദാരബുദ്ധിയെ ഞങ്ങൾ മാനിക്കുന്നു, സത്കരിക്കുന്നു, അതിനെ അനുഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾ ബ്രാഹ്മണരാണ്, ഞങ്ങൾക്ക് രാജ്യം വേണ്ട, ധനവും വേണ്ട. ഞങ്ങൾക്ക് ബ്രഹ്മവൃത്തിയും ബ്രഹ്മനിഷ്ഠയുമാണ് സർവസ്വം. അതിൽ ഞങ്ങൾ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാം. രാജ്യം എപ്പോഴും കരുത്തുറ്റ രാജഹസ്തങ്ങളിൽ വേണം കഴിയാൻ. അതുകൊണ്ട് ഞങ്ങളിതാ മടക്കിത്തരണു, നിങ്ങൾ ഭരിക്കൂന്ന്. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? കൊടുക്കാൻ മാത്രം ഔദാര്യമുള്ള മഹാരാജാവ് അത് കിട്ടിയതിന് ശേഷം അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രതികരണം പ്രദർശിപ്പിച്ച ആ ഋത്വിക്കുകൾ, ബ്രാഹ്മണ ശ്രേഷ്ഠർ. ഇതാണ് ഭാരതം എൻ്റെ പൊന്നുകൂട്ടരെ. എനിക്ക് 1 കോടി വായുണ്ടെങ്കിൽ മതിയാവില്ല. ജനങ്ങൾ ഉള്ളയിടത്ത് മുഴുവനും ഞാനിത് കൊട്ടിഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഇന്ത്യ രാജ്യത്ത് സാമ്പത്തികമായി പല വിധത്തിലുള്ള വിഷമങ്ങൾ ഇവിടെ ഉണ്ടാവാം. ഈ ഉള്ളവൻ സമ്മതിക്കില്ല. 1700-ാം ആണ്ട് മുതൽക്കാണ് ഇവിടെ ദാരിദ്ര്യം എന്നൊന്ന് ആദ്യമായി കാലുകുത്തിയത്. റോബർട്ട് ക്ലൈവ് ബംഗാളിൽ ഗവർണറായിരിക്കുന്ന സമയത്ത് 900 കപ്പലുകളിലാണ് സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും കൂടി ലോഡ് ചെയ്ത് ബ്രിട്ടീഷിലേക്ക് അയച്ചത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയണു, ദിസ് ഈസ് ഓൺലി എ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ബ്രിട്ടീഷുകാർ ചോദിച്ചു, അങ്ങയെ പറഞ്ഞയച്ചത് ചൂഷണം ചെയ്യാനല്ല, ഭരിക്കാനാണ്. എന്താ ഈ അകൃത്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഉദാര ബുദ്ധിയെക്കുറിച്ച് എനിക്ക് അതിശയം തോന്നുന്നു. അവിടെ മാന്തി കൊണ്ടുവരാൻ ലോഡ് ചെയ്ത് അയക്കാൻ ഇനിയുമുണ്ട് സാധനങ്ങൾ, ഞാൻ അതൊന്നും അയച്ചില്ലല്ലോ എന്ന്. ഇത് 1700-ാം ആണ്ടിൽ കഴിഞ്ഞതാ. ഇന്നിപ്പോൾ എത്രയാ? 2018. എത്ര കൊല്ലം മുമ്പാ? 318 കൊല്ലം മുമ്പ്. ഒരു നീണ്ട ചരിത്രത്തിൽ ഈ 300 കൊല്ലം എന്തെങ്കിലും ആണോ? നിങ്ങളൊന്ന് പറയും. ഇവിടെ തേനും പാലും ഒഴുകിക്കൊണ്ടിരുന്നു ഈ രാജ്യത്തിൽ. 1700-ാം ആണ്ടിൽ ലോകത്തിലുള്ള ഒട്ടാകെ സമ്പത്തിൽ 26% ഇന്ത്യയുടെ ആയിരുന്നു. ചൈനയെ പോലും കവച്ചു വെച്ചു. ഇതൊക്കെ ചരിത്ര രേഖകളാണ് കൂട്ടരെ. വെറുതെ ഒന്നുമല്ല നമ്മുടെ രാജ്യം സമ്പന്നമായത്. ധനാഭിലാഷമില്ലാത്തവർ ഈ രാജ്യത്തെ ഭരിച്ചു. സമ്പത്തിനോട് ആഭിമുഖ്യമില്ലാത്തവർ, ദുരയില്ലാത്തവർ, കൊതിയില്ലാത്തവർ ഈ രാജ്യത്തെ ഭരിച്ചു. അങ്ങനെ കൊതിയില്ലാത്തവരുടെ കയ്യിൽ നമ്മുടെ ഭരണം കിട്ടിയാൽ 10 കൊല്ലം കൊണ്ട് രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറും. വസിഷ്ഠരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും കൊതിയന്മാരായിരുന്നു ആ ഋത്വിക്കുകൾ എന്നുണ്ടെങ്കിൽ ദശരഥൻ തെണ്ടി നടന്നേനെ ഇന്നും. ഞാൻ വെറുതെ പ്രാന്ത് പറയുകയാണോ അതോ സത്യം പറയേ? ഒന്ന് പറയണപ്പാ. ഇന്നും ഉണ്ടപ്പാ ഇതുപോലെയുള്ള ആൾക്കാർ, ഇന്നും ഉണ്ടവിടെ. അവരെ പറ്റി എഴുതാനോ പറയാനോ ആരുമില്ല. മനസ്സിനെ ധനമായി, സംസ്കാരത്തെ സർവസ്വവുമായി, ജീവനെ ഈശ്വരനായി കണക്കാക്കി ജീവിച്ച് അതിൽ മകിഴ്ന്ന് കഴിയുന്നവരുണ്ടെന്ന് ലോകത്തിൽ, ഈ ഭൂമിയിൽ. അതാണ് നമ്മുടെ മഹത്വം. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം അഴിഞ്ഞു പോകാവുന്നതാണ്. 1700-ലെ ധനാഢ്യത എവിടെ പോയി? പറയൂ എന്നോട്. 300 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ സ്ഥിതി എന്തായി? ഇപ്പം നന്നായി തുടങ്ങിയ ഇന്ത്യ, ആ കാര്യം വേറെ. അപ്പം നിങ്ങൾ ആരും വിചാരിക്കരുത് ഭാരതത്തിനൊരു പശ്ചാത്തലമില്ല എന്ന്. നമ്മുടെ ഭരണഘടനയിൽ ഒരു വാക്ക് പോലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഉൾക്കണ്ണും ഉൾഹൃദയവും പൊട്ടി നോവുന്നത്. ബ്രിട്ടീഷുകാർ സമ്മാനിച്ച ഒരു ഭൂഖണ്ഡം മാത്രമായി പരിണമിച്ചു
നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഹസ്തത്തിലും അവരുടെ മനസ്സിലും ഭാരതത്തിൻ്റെ മഹിമ, ഭാരതത്തിൻ്റെ പശ്ചാത്തലം, ഭാരതത്തിൻ്റെ ചിരപുരാതനത്വം, അതിലുണ്ടായിരുന്ന യോഗ്യതകൾ, നേട്ടങ്ങൾ എല്ലാം തന്നെ ഒന്ന് കണ്ണോടിച്ച് നോക്കാനോ അതിൽ അഭിമാനം കൊള്ളാനോ ഇവിടെ ആൾക്കാരില്ലാതെ പോയി. ആദ്യമായി ഭരണഘടനയുണ്ടാക്കി അതിൻ്റെ ഒരു പ്രതീതി ഇന്നാൾ ലോ മിനിസ്റ്റർ പ്രദർശിപ്പിച്ച ഒരു രംഗം ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, ആദ്യത്തെ ഭരണഘടനയുടെ പകർപ്പാണിത് എന്ന്. അതിലാദ്യത്തെ പിക്ചർ എന്താണെന്നറിയോ? അകത്ത് നിങ്ങൾക്ക് രാമായണ ദൃശ്യം. രണ്ടാമത്തെ പിക്ചർ കൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചത്. അതൊക്കെ മാറ്റി ഇത് ഇന്ത്യയുടെ അല്ല, ഞങ്ങൾക്ക് നാണാവിടും ഇത് പറയാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോപ്പാ? ഇത് പറയാൻ നമുക്ക് നാണാവിടും അത്ര. എന്ത് പറയാൻ? എൻ്റെ മുതുമുത്തശ്ശൻ്റെ ഉയരം പറയാൻ എനിക്ക് നാണം, ഞാൻ കുള്ളനാ. എൻ്റെ മുതുമുത്തശ്ശൻ്റെ ഉയരം പറയാൻ എനിക്ക് വയ്യാന്ന്. മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ നെടുന്തൂണായി നിന്നു എന്നുണ്ടെങ്കിൽ അത് ഹരേ രാമ മന്ത്രത്തിൻ്റെ പേരിലാണ്. ഭഗവത്ഗീതയുടെ സ്ഥിതപ്രജ്ഞ വിഭാഗം ആ ഗാനത്തിൻ്റെ പേരിലാണ്. ഭക്തലക്ഷണങ്ങളുടെ ഗാനത്തിൻ്റെ പേരിലാണ്. ഗുണാതീതനെ വർണ്ണിക്കുന്നത് പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പോഴേ ജനങ്ങൾ ആയിരക്കണക്കിന് തടിച്ചുകൂടിയുള്ളൂ. വെറും രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ ജനങ്ങൾ കൂടിയില്ലപ്പാ, കൂടിയില്ല. രാഷ്ട്രീയത്തിന് അതീതമായിരിക്കുന്ന ആത്മഗാനം, പരമാത്മഗാനം അതങ്ങോട്ട് പാടിയപ്പോഴേ ജനങ്ങൾ ആയിരക്കണക്കിന് ഇവിടെ വന്നുള്ളൂ. ആ വന്നതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷുകാരുടെ തൊട വിറച്ച് നെഞ്ഞുരുകിയത്. ആ മഹാത്മാഗാന്ധി പറഞ്ഞു ബ്രിട്ടീഷുകാരോട്, ഞങ്ങളുടെ തോക്കിൻ്റെ ദൂരം, ഉണ്ടയുടെ ദൂരം അങ്ങയ്ക്ക് അറിയുമോ? എൻ്റെ വായുടെയും വാക്കിൻ്റെയും ദൂരം നിങ്ങൾക്കറിയോ എന്നാണ് ചോദിച്ചേ മഹാത്മാഗാന്ധി. ഞാൻ ഇന്ത്യയിൽ നിന്ന് സംസാരിച്ചാൽ എൻ്റെ വാക്ക് ബ്രിട്ടീഷ് ഐൽസിലെത്തി നിങ്ങളുടെ നെഞ്ഞുകളെ കിടിലം കൊള്ളിക്കുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വെറുതെ ആണോ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്? പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. അന്ന് നമ്മുടെ കയ്യിൽ പണമില്ല, മീറ്റിങ്ങുകൾ ഓർഗനൈസേഷനുള്ള കള്ളപ്പണം നമ്മുടെ കയ്യിലില്ല. രാഷ്ട്രീയക്കാർക്ക് എത്ര വേണമെങ്കിൽ പണമാകാം എന്നാണല്ലോ, ഒന്നും വേണ്ടല്ലോ, അവർ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിച്ചയായിരുന്ന ഭാരതമാണ് ആഢ്യന്മാരായ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയത്. ആയുധമില്ലാതെ അക്രമരാഹിത്യത്തിലൂടെ പൊരുതിയത്, നമ്മൾ അഹിംസയിലൂടെ പൊരുതിയത്. അതിന് ആത്മബലം ആവശ്യമായിരുന്നു, മനഃശക്തി ആവശ്യമായിരുന്നു, ബുദ്ധിസൂക്ഷ്മത ആവശ്യമായിരുന്നു. അങ്ങനെ ഊക്കുകൊണ്ടും ഉണർവ് കൊണ്ടും കൂർപ്പ് കൊണ്ടുമാണ് നാം ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യം തേടിയത് അവരിൽ നിന്ന്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം. നല്ല പോലെ മനസ്സിലാക്കൂ. നമുക്ക് ഇന്നും ധനം വേണം എന്ന് വിചാരിച്ച് ധനത്തിന് വേണ്ടി പുറപ്പെടുന്ന കുറേ ആൾക്കാരുടെ കയ്യിൽ ഈ രാജ്യം കിട്ടിയാൽ 25 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനാവാൻ വിരോധമില്ല. പക്ഷേ ഭരിക്കുന്നവർക്ക് പണത്തിൽ ദുരയുണ്ടാവരുത്. ജനങ്ങൾ ധനവാന്മാരാവട്ടെ, അതിനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, ഭരണവ്യവസ്ഥ അനുകൂലമാക്കി കൊടുക്കാം. ഒരക്രമവും ഒരു അനീതിയും ഇവിടെ നടക്കരുത്. ഇപ്പോൾ നാം കേൾക്കുന്നത് എന്താ? കുട്ടികൾ 1 വയസ്സായ പെൺകുട്ടിയെപ്പോലും ആക്രമിച്ചു, പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് എത്ര നാൾ കേൾക്കണമപ്പാ? ഇത് ഒരിക്കൽ കേട്ടാൽ പോരെ? ഒന്നുകിൽ മനുഷ്യരെ ആത്മനിയന്ത്രണത്തോടു കൂടി പിന്തിരിയണം, അല്ലെങ്കിൽ ശക്തമുറ്റ നിയമങ്ങൾ അവരെ തടുത്തു നിർത്താൻ ഇവിടെ ദണ്ഡനീതി വേണം. ദണ്ഡനീതി വളരെയധികം വ്യക്തമായി ഭീഷ്മൻ ഉപദേശിക്കുന്നു. ആരോട്? യുധിഷ്ഠിരനോട്. ദണ്ഡനീതി, ആ ദണ്ഡനീതി ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ജനസമാജത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുള്ളൂ എന്ന്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും ശാന്തരാകൂ. പണക്കൊതി അരുത് കേട്ടോ. ടാക്സൊക്കെ ശരിക്കും കൊടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ദീപാരാധന നടത്തണു ടാക്സ് കൊടുക്കാൻ എന്നൊന്നും പറഞ്ഞാൽ ടാക്സ് വരില്ല. ടാക്സ് പിരിക്കണമെങ്കിൽ അതൊരു നിയമമാണ്. ആ നിയമം നടപ്പാക്കാൻ നിയമപാലകർ വേണം. മീശ മുറുക്കിയിട്ട് പോകണം. വെറുതെ ആയാൽ പറ്റില്ല. ജനങ്ങളെ ഭരിക്കണമെങ്കിൽ നിയമഹസ്തങ്ങൾ കൊണ്ടേ ഭരിക്കാൻ പാടുള്ളൂ.
ഇവിടെ പാർലമെൻറ്റും അസംബ്ലിയും ചെയ്യുന്നത് എന്താണ്? നിയമം പാസാക്കലാണ്. പാസാക്കിയ നിയമങ്ങൾ ശരിക്ക് പുലരുന്നുണ്ടോ? പുതിയ ഏത് നിയമങ്ങളാണ് വേണ്ടത് എന്ന് നോക്കി ഓരോ സെഷനിലും അവർ പുതിയ നിയമം പാസാക്കണം. അതാണ് അവരുടെ ആവശ്യം. അതിനാണ് പാർലമെൻറ്റും അസംബ്ലിയും. ആ നിയമങ്ങളിലൂടെ മാത്രമേ വിഭിന്ന ചിന്താഗതിക്കാരായ മനുഷ്യരാശിയെ അടക്കി ഒതുക്കി ഭരിക്കാൻ സാധിക്കൂ. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം വായിച്ചൊരു കാര്യവുമില്ല. മനുഷ്യ സമാജത്തെ അടക്കി നിർത്തണമെങ്കിൽ നിയമമുഷ്ടി നല്ല പോലെ കരുത്തുറ്റിരിക്കണം. ഇതാണ് എന്നുമുള്ള സത്യം. ദണ്ഡനീതിയെപ്പറ്റി അതാണ് ഉപദേശിക്കുന്നത്. ആര്? ഭീഷ്മ പിതാമഹൻ. വളരെ വിശേഷപ്പെട്ടതാണ്. ജ്ഞാതേ വസ്തുന്യബിബലവതി വാസനാനാതിരേഷ കർത്താ ഭോക്താപ്യഹമിതി ദൃഢ യാസ്യ സംസാരഹേതുഃ പ്രത്യഗ്ദൃഷ്ട്യാത്മനി നിവസതാ സാപനേയാ പ്രയത്നാത് മുക്തിം പ്രാഹുഃ തദിഹ മുനയോ വാസനാതാനവം യത്. ഞാൻ എന്തിനാ അത് നിങ്ങളോട് പറഞ്ഞത്? തൻ്റെ രാജ്യത്തെ പങ്കുവെച്ച് കൊടുക്കാൻ മാത്രമുള്ള ആത്മതൃപ്തി ആ യാഗം നടത്തിയിട്ട് ആർക്കുണ്ടായി? ദശരഥ ചക്രവർത്തിക്ക്. ആ തൃപ്തിയുടെ പേരിൽ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുത്തു. അത് മേടിച്ചിട്ട് വസിഷ്ഠാദികൾ പറയുക, കരുത്തുറ്റ രാജഹസ്തങ്ങളിൽ വേണം പുലരാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്ന രാജ്യമിതാ മടക്കിത്തരണു, അങ്ങ് തന്നെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതുപോലെ ശിവാജി കൊടുത്ത വാള് ഇതാ അങ്ങയുടെ ശിഷ്യനാണ്, വെട്ടിപ്പിടിച്ച രാജ്യം മുഴുവൻ ഇതാ അങ്ങയ്ക്ക് സമർപ്പിക്കണു എന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ ദാസനായി ഈ രാജ്യം സമർത്ഥമായി ഭരിക്കൂ എന്ന് പറഞ്ഞ് വാള് മടക്കി കൊടുത്തു. ഇതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് നിങ്ങൾ കേൾക്കെങ്കിലും ചെയ്യണപ്പം. നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. ഇത് പറയാൻ ആളില്ല എന്ന് ഭാരതാംബ കരയരുത്. ഞാൻ 62 കൊല്ലമായി നമ്മുടെ പാരമ്പര്യത്തെ മാത്രം മുറുക്കി പിടിച്ച് സംസാരിക്കുന്നവനാണ്. വിദേശ എഴുത്തുകാരുടെ അവരുടെ കൃതികൾ ഒന്നുപോലും ഞാൻ പറയാറില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ കൃതികൾ, അതും പുരാതനമായ കൃതികൾ, ഇവിടെ മതങ്ങളും മതഭേദങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപുള്ള കൃതികൾ, അത് മാത്രമേ ഞാനിവിടെ പറയാറുള്ളൂ. ഇതാണ് അന്നത്തെ ചരിത്രം. ഒന്ന് ശിവാജി അടുത്ത കാലത്തുണ്ടായിരുന്ന ആൾ, ത്രേതായുഗത്തിലുണ്ടായിരുന്ന ആൾ, വസിഷ്ഠാദികൾ മുഴുവനും. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ ഇവിടെ പറയുമ്പോൾ തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ തുലന കേന ജായതേ എന്നുള്ള ചോദ്യം വലിയ ചോദ്യമാണ്. ആത്മജ്ഞാനതൃപ്തനായിരിക്കുന്ന ഒരുത്തവനെ ആരോടുകൂടി നാം തുലനം ചെയ്യുമപ്പാ? ഞാൻ ആരെയും കാണാനില്ല എന്ന് പറയുക. ഈ ഒരു കാര്യം എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ശങ്കരാചാര്യൻ വിവേക ചൂടാമണി രചിച്ചിരിക്കുന്നത്? ഒരു 1200 1250 കൊല്ലമായി ശങ്കരാചാര്യൻ ശരീരം വിട്ടു പോയിട്ട്. അപ്പോൾ എഴുതി വച്ചതാ അവസാനത്തെ കൃതിയാണ്. ജ്ഞാതേ വസ്തുന്യബിബലവതി വാസന അനാതിരേഷ. ആത്മജ്ഞാനം എന്ന് പറയണത് ഒരു ഗുരുമുഖത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കേട്ട് ഗ്രഹിച്ച് മനസ്സിലും ബുദ്ധിയിലും ആ പറയുന്ന തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ലയിച്ച് അലിഞ്ഞ് അങ്ങോട്ട് ഒന്നിച്ചായി പോയാൽ പ്രകാശമുണ്ടാവും തീർച്ചയാണ്. പക്ഷേ അതുകൊണ്ട് ആത്മജ്ഞാനം നിഷ്ഠയാവുന്നില്ല, ജീവിതത്തിൻ്റെ സകലവുമായി തീരുന്നില്ല. അതിനെന്തു വേണം? ബലവതി വാസനാനാതിരേഷ. വളരെ ശക്തമായിട്ട് ഒഴുകുന്നതാണ് വാസന എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ഒളിഞ്ഞു കിടക്കുന്ന ആഗ്രഹം, ലേറ്റൻ്റ് ടെൻഡൻസി. എന്താ വാസനയുടെ സ്വഭാവം? കർത്താ ഭോക്താപ്യഹമിതി ദൃഢ. വളരെ ഉറച്ച വിചാരം, ഞാൻ ഇതെല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്, ചുമതലക്കാരനാണ്, ചെയ്യുന്നവനാണ്. ആ കർത്തൃബോധം, ഭോക്താ, ഇതിൻ്റെ എല്ലാം ഫലം എനിക്ക് അനുഭവിക്കും വേണം. അങ്ങനെ കർത്തൃത്വം ഭോക്തൃത്വം എന്ന് പറയുന്ന 2 ഭാവങ്ങൾ മനസ്സിൽ നല്ലപോലെ തറപ്പിച്ച് കയറ്റുന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതി, മനസ്സ്. ദൃഢായാസ്യ സംസാരഹേതുഃ. ഇത് വളരെ ദൃഢമായിരിക്കുന്നത് കൊണ്ടാണ് ഈ സംസാരം, ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ബന്ധം നമ്മളിൽ വേരൂന്നി തുടർന്നു പോണത്. പ്രപഞ്ചം നമ്മളെ ബന്ധിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് ബന്ധിക്കണത്? ഞാനാണ് ചെയ്യുന്നത്
എനിക്കിതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോഴാണ് ആ തോന്നൽ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്. ആ തോന്നൽ ഉള്ളിടത്തോളം കാലം നമുക്ക് ആത്മജ്ഞാനം സഫലമായി എന്ന് പറയാൻ പറ്റില്ല, ക്രിയാത്മകമായി എന്ന് പറയാൻ പറ്റില്ല. പ്രത്യഗ്ദൃഷ്ട്യാ ആത്മനി നിവസത. ആ വാസനയും കൂടി പോകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? പ്രത്യഗ്ദൃഷ്ട്യാ. പ്രത്യക് എന്ന് പറഞ്ഞാൽ ഇൻമോസ്റ്റ്, ഉള്ളിലുള്ളത്. പരാങ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളത്. ഈ ലോകം മുഴുവനും പ്രത്യക്കല്ല, പുറത്തുള്ളതാണ്. പ്രത്യക്കായിട്ടുള്ളത് എന്താ? മനസ്സിലുള്ള വിചാരങ്ങൾ, ബുദ്ധിയിലുള്ള ആലോചന, അറിവ് എന്ന് തുടങ്ങി പലതും ഉള്ളിലുള്ളതാണ്. ആ ഉള്ളിലുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനം, ആ സാന്നിധ്യം, അതാണ് ആത്മാവ്. അപ്പം മനസ്സിനെയും ബുദ്ധിയെയും ഒതുക്കി മനോവൃത്തികളെയും ബുദ്ധിവൃത്തികളെയും ഉപശമിപ്പിച്ച് നിശ്ചലമായി പ്രശാന്തമായി ഉള്ളിലിങ്ങനെ ഒതുങ്ങിയിരുന്ന് സമാധിസ്ഥനായി ഇരുന്ന് സാപനേയാ പ്രയത്നാത്, അതിനെ അങ്ങോട്ട് തുടച്ചു മാറ്റിക്കളയണം. അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നം. അപ്പം നമ്മുടെ പ്രയത്നം എന്താ? കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ചിരിക്കുക. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഒരു 3 തവണ ഓങ്കാരം ജപിക്കുമ്പോഴെങ്കിലും, അത്രയും നേരമെങ്കിലും നിങ്ങളിങ്ങനെ ആത്മാഭിമുഖരായിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കർത്തൃഭോക്തൃഭാവത്തെ മുഴുവനും തുടച്ചു മാറ്റിയാൽ മുക്തിം പ്രാഹു തദിഹ മുനയോ വാസനാതാനവം യത്. മുനിശ്രേഷ്ഠന്മാരെല്ലാവരും പറയുന്നത് എന്താ? മുക്തി എന്ന് പറയുന്നത് വാസനാതാനവം യത്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം കൊഴിഞ്ഞു വീണ് പോയി ഇല്ലാതെയാവുമ്പോഴാണ് ആ ആഗ്രഹമുക്തി. ആഗ്രഹം വിട പറഞ്ഞ് ആഗ്രഹത്തെ വിടിവിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ വിടിവിച്ചാൽ അതാണ് മുക്തി. എവിടെ പോയി കാര്യങ്ങൾ? ആഗ്രഹം അതുമാതിരി നൈരാശ്യം രണ്ടിലും ഇല്ല എന്നാണ് പറയണത്. രണ്ടിനെയും ദ്വന്ദ്വമായി കണ്ടു ഉപേക്ഷിച്ചു. നൈരാശ്യേപി മഹാത്മനഃ. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറയട്ടെ. യോഗവാസിത്വത്തിൽ ശ്രീരാമൻ 16 വയസ്സായ കുട്ടിയോട് പറയുക, സ്വാമിജി ഞങ്ങൾക്കൊന്നും ഇത് പറ്റില്ല എന്ന് എന്നോട് മിണ്ടരുത്, വല്ലവരുടെ അടുത്തും പറഞ്ഞോളൂ, എന്നോട് പറയാൻ ഞാൻ സമ്മതിക്കില്ല. 16 വയസ്സായ കുട്ടിയാണ് വസിഷ്ഠൻ്റെ മുൻപിലിരുന്ന് കേട്ടത്, അതും 18 ദിവസം. ശ്രീരാമനോട് പറയാണ്, നൈഷ്കർമ്മ്യേണ ന തസ്യാർത്ഥോസ്തി കർമ്മഭിഃ ന സമാധിജപാഭ്യാം വാ യസ്യ നിർവാസനം മനഃ. നൈഷ്കർമ്മ്യേണ ന തസ്യാർത്ഥോസ്തി കർമ്മഭിഃ. എന്താ എവിടെയാ കാണുക ഇങ്ങനെയുള്ള മധുര പ്രസ്താവനകൾ? നൈഷ്കർമ്മ്യേണ ന തസ്യ അർത്ഥഃ. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൽ ജീവിച്ച് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്ത് സാധനയും അനുഷ്ഠിച്ച് കുറേ കാലം കഴിഞ്ഞാൽ എനിക്കിതൊന്നും വേണ്ട. എപ്പോഴാ സാധന? എന്തോ ചില വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, അത് തീരണമെന്നാ. അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ സാധന വേണോ? വേണ്ട. അപ്പോൾ സാധനയുടെ ആവശ്യം പോലും ഇല്ലാതെയായി, ചെയ്തിടത്തോളം മതി, ഇനി ഒന്നുമില്ല, കിട്ടാനുമില്ല കൊടുക്കാനുമില്ല എന്നുള്ള ഒരു നിലയെത്തിയാൽ തനിക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒന്നുമില്ല എന്നുള്ള ഒരു ഉൾനിറവ് വരും. അതാണ് നൈഷ്കർമ്മ്യം. അങ്ങനെയുള്ള ഒരു നൈഷ്കർമ്മ്യ സിദ്ധി കൊണ്ട് പ്രയോജനമുണ്ടോ ആ ആൾക്ക്? ഇല്ല. ന തസ്യാർത്ഥോസ്തി കർമ്മഭിഃ. എന്തെങ്കിലും തരത്തിൽ വല്ല കർമ്മങ്ങളും നിഷ്ഠാരൂപത്തിൽ ചെയ്യണം എന്നൊരു വിചാരമുണ്ടോ? അതുമില്ല. പിന്നെയോ ന സമാധി ജപാഭ്യാം വാ. സമാധി പരിശീലിക്കണോ? വേണ്ട. ജപം മുതലായിട്ടുള്ളത് ചെയ്യണോ? അതും വേണ്ട. ഒന്നുമില്ലാന്ന്. ആവശ്യമില്ലല്ലോ. നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ നിർദ്വന്ദ്വതയാണ്. മനസ്സിലാണ് ദ്വന്ദ്വം, അവിടെയാണ് നിർദ്വന്ദ്വത. ആ ദ്വന്ദ്വങ്ങളോട് നമുക്ക് വൈമുഖ്യം വന്നു എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവനും മാഞ്ഞുപോയി, ഇല്ലാതെയായി. എത്ര നേരം വേണമെങ്കിൽ ഡാൻസ് ആടിക്കോട്ടെ, എനിക്കതിൽ താല്പര്യമില്ല എന്ന് വന്നാൽ എന്താ പിന്നെ കുഴപ്പം? യസ്യ നിർവാസനം മനഃ.
ആരുടെ മനസ്സാണോ നിർവാസനമാകുന്നത്, ആഗ്രഹം, ആ ആശ എന്ന് പറയണത് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നിർവാസനം മനഃ. അപ്പോൾ പിന്നെ നൈഷ്കർമ്യവും വേണ്ട, കർമ്മനിഷ്ഠയും വേണ്ട, സമാധിയും ആവശ്യമില്ല, ജപവും പൂജയും ആവശ്യമില്ല. എല്ലാം സഫലമായി സ്വാതന്ത്ര്യലബ്ധിയായി, മുക്തിയായി, ജീവൻ മുക്തിയായി, വൈകുണ്ഠവും കൈലാസവും മനസ്സിൽ ആയി, എല്ലാം തന്നെ അങ്ങനെ ഒരു നില വരുന്നു. ഇതുപോലെ ആയിത്തീരാൻ നമ്മുടെ ഭക്തിയിൽ വല്ല മാർഗമുണ്ടോ ചോദിച്ചാൽ ഭക്തിചിന്തയും അതുപോലെ ആക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാ കേട്ടോളൂ. ലോകേശ ചൈതന്യമയാദിദേവ ശ്രീകാന്ത വിഷ്ണോ ഭവദാജ്ഞയൈവ പ്രാതഃസമുത്ഥായ തവ പ്രിയാർത്ഥം സംസാരയാത്രാം അനുവർത്തയിഷ്യേ. ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു നിത്യസമർപ്പണം ഒരു പുസ്തകമുണ്ട്. ആശ്രമത്തിൽ ചൊല്ലുന്ന സ്തുതിഗാനങ്ങളൊക്കെയാണ്. അതിനൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ വെറും ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. അതിൽ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ജീവിതത്തിൽ നിത്യം പ്രയോഗിക്കാനും അനുവർത്തിക്കാനുമുള്ളത്, അനുസന്ധാനം ചെയ്യാനുള്ളതുണ്ട്. അതിലൊരു ശ്ലോകമാണിത്. ലോകേശ ചൈതന്യമയാദിദേവ ശ്രീകാന്ത വിഷ്ണോ ഭവദാജ്ഞയൈവ പ്രാതഃസമുത്ഥായ തവ പ്രിയാർത്ഥം സംസാരയാത്രാം അനുവർത്തയിഷ്യേ. ആ ഭഗവത് സങ്കല്പത്തിൻ്റെ മുൻപിൽ മനസ്സ് ശുദ്ധമായി വികസിതമായി അതിന് ആഴവും ഗാംഭീര്യവും വന്ന് അത് ഈ ലോകത്തെ പോലും അതിശയിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഭാവസമന്വിതത്തിൽ എത്തിച്ചേരും. അപ്പോൾ പറയാണ്, അല്ലേ ലോകേശ, ചൈതന്യമയനായുള്ളവേ, ദേവന്മാർക്കെല്ലാം പ്രഥമനായുള്ളവേ, ശ്രീകാന്ത മഹാവിഷ്ണോ ഭവദാജ്ഞയൈവ, അങ്ങയുടെ ആജ്ഞപ്രകാരമാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി തന്നെ നിൽക്കുന്നത്. ഇവിടെ എന്തുണ്ടെങ്കിലും അത് നടക്കുന്നത് അങ്ങയുടെ ആ സ്ഥിതി വൈഭവം അതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങയുടെ ആജ്ഞപ്രകാരമാണ് ഞങ്ങളെല്ലാവരും പ്രാതഃസമുത്ഥായ, കാലത്ത് എണീക്കുന്നത് പോലും. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കും, എണീക്കാൻ പറ്റുമോപ്പാ? എന്താ മിണ്ടാതെ? ഉറക്കം വേണമെങ്കിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകാം, എണീക്കാൻ പറ്റുമോ? ഒരാളെ ഇറങ്ങി ഉറങ്ങി എണീറ്റില്ലെങ്കിലോ നിങ്ങൾ എന്തു ചെയ്യും? പിടിഞ്ഞു കുലുക്കുമ്പോൾ ആ ആള് കുലുക്കിയത് മനസ്സിലാക്കിയിട്ട് എണീക്കണ്ടേ? നമ്മളെടുത്ത് പൊന്തിച്ചാൽ അയാൾ പൊന്തുവോ? അപ്പോൾ ഉറങ്ങാനേ നമുക്ക് പറ്റുള്ളൂ, എണീക്കാൻ പറ്റില്ലപ്പാ. സർവ്വ പൗരുഷവും അസ്തമിച്ചു ഉറക്കത്തിൽ. അപ്പോൾ കാലത്ത് ഞങ്ങൾ എണീക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് തന്നെ നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകളുടെ പേരിലാണ്. എങ്ങനെയാണോ ഇവിടെ ബയോഫിസിക്കൽ ലോസ്, ഫിസിക്കൽ ലോസ്, കെമിക്കൽ ലോസ്, ബയോകെമിക്കൽ ലോസ്, ബയോഫിസിക്കൽ ലോസ്, ഫിസിയോളജിക്കൽ ആൻഡ് സോ മെനി അതർ ബയോളജിക്കൽ ലോസ് പലതും ഉണ്ടല്ലോ. അതേപോലെ നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ അങ്ങ് തന്നെ സ്ഥാപിച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് ഒരാൾ കിടന്നുറങ്ങുന്നതും ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതും. അങ്ങനെ കാലത്ത് ഞങ്ങളെല്ലാവരും ഉറക്കം വിട്ട് എണീറ്റ് തവപ്രിയാർത്ഥം, ഞങ്ങളുടെ ശരീരം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഉൾവ്യക്തിത്വം ഞങ്ങൾ മെനഞ്ഞെടുത്തതല്ല, ഈ ലോകം തന്നെ ഞങ്ങളുടെ ആരുടെയും സൃഷ്ടിവിശേഷമല്ല. അപ്പോൾ ഈ ലോകം തന്നെ അങ്ങയുടേതായിരിക്കേ ഈ ലോകത്തിൻ്റെ നടത്തിപ്പും ആർക്ക് വേണ്ടി? അങ്ങയ്ക്ക് വേണ്ടി. കാര്യം ഞങ്ങൾക്കൊരു കുടുംബമുണ്ടാവാം. കുടുംബ വ്യവസ്ഥ എങ്ങനെ ഉണ്ടായി? പുരുഷ സ്ത്രീ വ്യത്യാസം എങ്ങനെ? സ്ത്രീകൾക്ക് ഗർഭകോശം എങ്ങനെ? പുരുഷന്മാർക്ക് അതിനനുസരിച്ച മറ്റേ വകുപ്പുകളും. ഇതൊക്കെ അങ്ങ് നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥകളുടെ സൃഷ്ടികളുടെ വിശേഷ ക്രമങ്ങളാണ്. അപ്പോൾ അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ലോകം നിൽക്കുന്നത്, ഞങ്ങളുടെ ആരുടെയും തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ കാലത്ത് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ എഴുന്നേൽപ്പ് പോലും അങ്ങയ്ക്ക് തൃപ്തിയാകാൻ വേണ്ടി ഇനിയൊരു ഉറക്കം വരുന്നത് വരെ പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും വേണ്ടിയാണ്. തവപ്രിയാർത്ഥം സംസാരയാത്രാം അനുവർത്തയിഷ്യേ, സംസാരയാത്രാം അനുവർത്തയിഷ്യേ.
അങ്ങ് തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഈ സംസാര വ്യവസ്ഥയുണ്ടല്ലോ, പ്രപഞ്ച വ്യവസ്ഥ, അതിനനുസരിച്ച് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുകയാണ്. ഈ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഉടമസ്ഥാവകാശമോ അധീശത്വമോ അഭിമാനമോ ഇല്ല. അങ്ങയുടെ ലോകം, അങ്ങയുടെ വ്യവസ്ഥകൾ, അതിനനുസരിച്ച് എണീറ്റു, അതിനനുസരിച്ചിതാ ജാഗ്രത അവസ്ഥയിൽ പ്രവർത്തിക്കാൻ പോണു. ഇതെല്ലാം അങ്ങയ്ക്ക് അധീനമാണ്. അങ്ങയുടെ ചൊൽപ്പടിക്കാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയുള്ള മനോഭാവം. അപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും അവിടെ ഉണ്ടാവില്ലല്ലോ. ഇതാണ് ഭക്തിഭാഷയിലുള്ള വളർച്ച. സംസാരയാത്രാം അനുവർത്തയിഷ്യേ. ഈ ഒരു ശ്ലോകം നിങ്ങളെല്ലാവരും വീട്ടിൽ കെട്ടിത്തൂക്കി അവിടെ ഇവിടെയൊക്കെ കെട്ടിത്തൂക്കി പഠിച്ച് എന്നും ചൊല്ലി അതിനനുസരിച്ചൊരു മനോവൃത്തി വളർത്തിയെടുക്കും. നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള വാസനയും നിങ്ങളുടെ മനസ്സിനെ തീണ്ടില്ല. ഇവിടെ ഞാൻ ഒന്നും ചെയ്യണ്ടെന്ന് പറയണില്ല, ഉറങ്ങണ്ടെന്ന് പറയണില്ല, എണീക്കണ്ടെന്ന് പറയണില്ല. നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ചെയ്തോളൂ. പക്ഷേ അതിലൊന്ന് കൂട്ടിച്ചേർക്കണം, സെമിക്കോളനിട്ട്. ഈ ചെയ്യുന്നത് മുഴുവനും പ്രപഞ്ചത്തിൻ്റെ അധീശനായ ഒരാളുണ്ട്, അധീശനായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ആജ്ഞപ്രകാരമാണ്, അതിനനുസരിച്ചാണ്. ഇതിൽ ഞാൻ എൻ്റെ എന്നൊരു മനസ്ഥിതിയുടെ ആവശ്യമില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. ലോകേശ ചൈതന്യമയാദിദേവ ലോകേശ ചൈതന്യമയാദിദേവ ശ്രീകാന്ത വിഷ്ണോ ഭവദാജ്ഞയൈവ പ്രാതഃസമുത്ഥായ തവ പ്രിയാർത്ഥം സംസാരയാത്രാം അനുവർത്തയിഷ്യേ. എത്ര കാലം നടക്കുമല്ലേ? 62 കൊല്ലമായി, 85 വയസ്സുമായി. തൊണ്ട കൂട്ടാക്കണ്ടേ? ഈ കാശിക്ക് പോകുന്നത് ഞാനിതിന് മുൻപും പറഞ്ഞ മാതിരി വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. പഴയ കാലത്ത് കാശിക്ക് പോവാന്ന് വെച്ചാൽ തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. നടന്ന് വേണം പോവാൻ. അതിന് പ്രത്യേകിച്ച് അരിപ്പൊടിയൊക്കെ കയ്യിൽ കഴുതിയിട്ടാണ് പോവുക. ഇവിടുന്ന് അങ്ങോട്ട് കിടന്നാൽ തമിഴ്നാട്ടിൽ കഷ്ടിച്ചൊപ്പിക്കാം, അവിടുന്ന് അങ്ങോട്ട് കിടന്നാൽ ഒരു ഭാഷയും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആരോടാ എങ്ങനെയാ ഒന്നും അറിയില്ല. അപ്പോൾ കാശിക്ക് പോയി തിരിച്ചു വന്നാൽ ഒരു കാലഭൈരവ പ്രീതി നടത്താറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചാവാതെ വന്നൂല്ലോ, അതിന് വേണ്ടിയിട്ട്. ഈ കാശിക്ക് പോയി കാശി വിശ്വനാഥൻ ആരാത്? അവിടെ കല്ലുകൊണ്ട് ചവിട്ടുപടിയിൽ മാത്രം അവിടെയുള്ള ഒരു വിഗ്രഹം. എന്താ ചെയ്യുക? 4 പടിയും കൂടി ഇറങ്ങി ഗംഗാജലം എടുത്ത് അതിൻ്റെ ശിരസിലൊഴിക്കും. ഇതാണ് അവിടെ ഏറ്റവും വലിയ കാര്യം. വലിയ മഹിമയുള്ള ഒരു ക്ഷേത്രമൊന്നും അല്ലാതെ എല്ലാവർക്കും കാണാം. താഴത്തുള്ളത് എവിടെയാണോ ശിവൻ അതേ ലെവലിൽ തന്നെയാണ്. നമ്മളിങ്ങനെ ദൂരത്ത് ഇവിടെയൊന്നും ഉള്ളത് മാതിരിയല്ല. നമുക്ക് തന്നെ വെള്ളം കോരി തലയിലൊഴിക്കാം. അപ്പോൾ കാശി വിശ്വനാഥനെ പോയി കണ്ട് ദർശിക്കുക വളരെ നല്ല കാര്യമാണ്. പക്ഷേ കാശിക്ക് പോകുന്നവരെല്ലാവരും ആ കാശി ദർശനം സഫലമാകണമെങ്കിൽ വിശ്വനാഥ ദർശനം കൊണ്ടാവില്ല എന്നറിയുന്ന ചില കൂട്ടരുണ്ട് ഇവിടെ. നിങ്ങൾ ഏത് ക്ഷേത്രത്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോളൂ. ആ ക്ഷേത്രപാലനെയോ അല്ലെങ്കിൽ ക്ഷേത്രമൂർത്തിയെയോ ദർശിച്ചത് കൊണ്ട് ആ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് സഫലമാവാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സഫലമാകണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒരു ദൈവത്തെ കാണണം. അവിടെ പോയാലോ പേശാമടന്തയാ, മിണ്ടില്ല. ഒരു സ്വർണ്ണമാല കൊണ്ടുവന്ന് ചാർത്താൻ പറഞ്ഞു കൊടുത്തു. നമ്മൾ കൊടുത്തു ചാർത്തണു എന്നുള്ളത് പാവം അതിനറിയോ? എന്തവരും മിണ്ടാതെ ഊവോന്നാ ചോദിക്കണേ, മറുപടി പറയും. അഷ്ടാവക്ര സദസ്സാണ് കേട്ടോ. എത്ര ആൾ വന്നു, എന്നെ നോക്കി, എന്തൊക്കെ പറഞ്ഞു, ആർക്കത് അറിയാം? എങ്ങാനും ആ മൂർത്തിയിലൊരനക്കം എന്നെ കണ്ട് ആ മൂർത്തി നോക്കി കണ്ണടച്ചു തുറന്നു എന്ന് കണ്ടാൽ തന്ത്രി പറയും അശുദ്ധമായി കഴിഞ്ഞു, അതിന് കലശം വേണമെന്ന്. ആ മൂർത്തി നിശ്ചലമായിട്ട് നിൽക്കണം. എന്തിന്? അഭിഷേകം ചെയ്യാൻ. അതിൽ പഞ്ചാമൃതമാവാം, എണ്ണയാവാം, നീരാവാം, കരിമ്പിൻ്റെ, ചെറുനാരങ്ങ ഉള്ളതൊക്കെ ഒഴിച്ചോളൂ. അതാണ് ഈ കരികല്ല് പ്രതിഷ്ഠിക്കുന്നത്. അതിൻ്റെ നിറം കൂടുകയുള്ളൂ, കുറയില്ല. ഒരു മാർബിൾ പ്രതിഷ്ഠയാണെങ്കിൽ അതിൻ്റെ നിറമൊക്കെ പോയി കളയും. ഇതിലെങ്ങാനും പോകുമ്പോൾ ആ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെ ആ മതള ഭംഗിയായി കെട്ടിയിട്ടുണ്ട് വെട്ടുകല്ലുകൊണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ കേണൽ മധു പറയുക, സ്വാമിജി ഈ വാഹനങ്ങൾ പോയി അതിൻ്റെ പുകയിൽ അത് കറുത്ത് നിറമായി കഴിഞ്ഞു എന്ന്.
അപ്പം എല്ലാം ഇവിടെ കറക്കാനുള്ളതാണ്, വെളുക്കാനുള്ളതൊന്നുമില്ല. എത്ര വെളുത്തതും കറക്കും, കറുത്തത് കുറച്ചും കൂടി കറക്കും. അതാണ് നമ്മളിങ്ങനെ കറുത്ത കൃഷ്ണശില കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്നത്. അപ്പം കാശി വിശ്വനാഥ ദർശനം കൊണ്ട് മുഴുവനാവില്ല. മുഴുവനാവണമെന്നുണ്ടെങ്കിൽ ഈ കാശിയെ ചുറ്റിപ്പറ്റി അടുത്ത പരിസരത്തിൽ ആരെങ്കിലും മഹാത്മാക്കളുണ്ടെങ്കിൽ, മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ, തത്വമറിയുന്നവർ, തപസ്വികൾ, വേദാന്തികൾ, അങ്ങനെയുള്ളവരെ കാണണം. അപ്പോൾ അവിടെ പോയാൽ നല്ല ഭക്തന്മാർ ചോദിക്കും, കാശി വിശ്വനാഥ ദർശനം മുഴുവനായി, പക്ഷേ ഞങ്ങൾക്ക് ആരെങ്കിലും ഒരു മഹാത്മാവിനെ കാണുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ചിലരൊക്കെ പറയുന്നവരുണ്ടാവും, ഇന്ന സ്ഥലത്ത് ഇന്ന മഹാത്മാവുണ്ട്. പലരുമല്ല, നിങ്ങൾക്ക് നല്ല ആൾ വേണമെങ്കിൽ ഇന്ന ആൾ വേണം. അപ്പോൾ അവിടെ പോയിട്ട് ഒരാൾ ദർശനം കഴിച്ചതിന് ശേഷം അങ്ങനെ ഒരു മഹാത്മാവിനെ തേടിച്ചെന്ന് കുറേ മാലയും പുഷ്പവും ഒക്കെ കൊണ്ട് വച്ചങ്ങോട്ട് നമസ്കരിച്ച് നോക്കിയപ്പോൾ എന്ത് സാധാരണ നോക്കുന്ന മാതിരിയല്ല, ഇദ്ദേഹം വിചാരിക്കാത്തൊരപ്രതീക്ഷിതമായ പ്രതികരണം. അങ്ങനെ അവർ തമ്മിൽ നമസ്കരിച്ച് ഒന്ന് പരിചയപ്പെട്ട് ചോദ്യോത്തരം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കി പഴയ കാലത്തെ സഹപാഠിയാണ് അദ്ദേഹം, ഒപ്പം പഠിച്ചിരുന്ന ഒരാളാണത്രേ. അപ്പോൾ ആ ഒപ്പം പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മഹാത്മാവിനും ഉണ്ടാവും, ഈ പോയിട്ടുള്ള അല്പാത്മാവിനും ഉണ്ടാവുമല്ലോ ഒരു പരിചയമൊക്കെ. അപ്പോൾ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടന്നു, ഒരു സംവാദം. അപ്പോൾ ചോദിക്കുക, അതെ ഞാൻ ഉദ്യോഗമൊക്കെ ആയി കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ബാങ്കിൽ പണമുണ്ട്, ചെക്കായിട്ടാണ് കിട്ടുക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങേ പറ്റിയിട്ട് സഹപാഠിയല്ലേ എൻ്റെ മനസ്സിൽ തോന്നുക, എങ്ങനെയാണ് കഴിവടം എന്ന് ചോദിച്ചു. എങ്ങനെയാണ് കഴിഞ്ഞുകൂടണേന്ന്. അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു മറുപടി പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, കിമ്മേ ജീവന ചിന്തയായതി ഹരിർ വിശ്വംഭരോ ജീയതേ നോചേദർഭകരക്ഷണായ കുജയോരഗ്രേ കഥം നിർമ്മമേ ഇത്യാലോച്യ മുഹുർമുഹുർയദുപദേ ഗോപീപദേ സത്പദേ പാദാംഭോജനിഷേവയൈവ സതതം കാലോ മയാ നീയതേ പാദാംഭോജനിഷേവയൈവ സതതം കാലോ മയാ നീയതേ. നോക്കൂ, ഇതാണ് ഭാരതം. ഒന്ന് മനസ്സിലാക്കണപ്പാ, ഒന്ന് മനസ്സിലാക്കി. നടന്ന സംഭവമാണത്. ആ ആളൊരു കൂസലും കൂടാതെ പറയാ, കിമ്മേ ജീവന ചിന്തയായതി ഹരി വിശ്വംഭരോ ജീയതേ. താൻ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് കഴിവടം, എങ്ങനെയാണ് കഴിഞ്ഞുകൂടണമെന്ന്. എനിക്ക് മറുപടി പറയാനുള്ളത്, എനിക്ക് ജീവന ചിന്തയേ ഇല്ല, ജീവന ചിന്തയേ ഇല്ലയെന്ന്. ഈ പോയ ആൾക്ക് എത്ര ഇൻഷുറൻസാണെന്നറിയോ? കുട്ടികൾക്കും ഇൻഷുറൻസ്, എത്രയാണ് ഇൻഷുറൻസ് എടുത്തിരിക്കുക. കാറിന് ഇൻഷുറൻസ്, തൊട്ടതിനൊക്കെ, എഴുതുന്ന ഫൗണ്ടനും വാച്ചിനും കൂടിയുണ്ട് ഇൻഷുറൻസ്. സർവത്ര ഇൻഷുറൻസ് പ്രീമിയമാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് പറയണു എനിക്ക് ജീവിതത്തിൽ യാതൊരു ആശയില്ല എന്ന്, ആലോചനയേ ഇല്ല, ആശങ്കയില്ല. കിമ്മേ, ആശങ്കപ്പെടാനായിട്ട് ഞാൻ ഒന്നും തന്നെ കാണുന്നില്ല. ജീവന ചിന്തയാ. എന്താ കാരണം? യതി ഹരിഹി വിശ്വംഭരോ ജീയതേ. ഈ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കിടന്ന് ചുറ്റുന്നു, സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നു, 24 മണിക്കൂറും 365 ദിവസവും പരിപാലിച്ച് തുടങ്ങിയിട്ട് എത്ര കാലമായപ്പാ? ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾ? ഈ 24 മണിക്കൂറിൽ കുറവ് വന്നിട്ടുണ്ടോ? എന്താ മിണ്ടാതെ? കൊല്ലത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ലാതെ തണ്ടിൽ വേദന എന്ന് പറയണില്ല ഭൂമി. ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. ആർക്കാ സാധിക്കുക? നിങ്ങളോടൊരു 100 വട്ടം വയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വയ്ക്കുമോ? അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാ തിരിപ്പിച്ചത്? ആർക്കും അറിയില്ല. തിരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആ തിരിച്ചിലിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൽ നിന്ന് എത്രയെത്ര ഋതുക്കളാണ്. അതിൻ്റെ മുകളിലുള്ള പുഷ്പങ്ങൾ, ലതകൾ, വൃക്ഷങ്ങൾ, ചെടികൾ അതാത് സമയത്ത് പൂത്ത് പഴുത്ത് കാച്ച് പഴുത്ത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്.
എത്ര പുഴകളാണ് ഇവിടെ ഒഴുകുന്നത്. മനുഷ്യൻ ഇടപെടുന്നിടത്ത് മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ. അല്ലെങ്കിൽ വൻ വൻ കാടുകളിൽ ഒരു മാറ്റവുമില്ല. പ്രകൃതിയുടെ നൈസർഗിക സൗന്ദര്യം അതേപടി അവിടെ പുലരുന്നു പുലരുന്നു പുലരുന്നു. ഞാനിപ്പോൾ അടുത്താണ്, ഇന്നലെയോ മറ്റുമാണ് പേപ്പറിൽ വായിച്ചത്. രാത്രി 12 മണിയായി ഞാൻ വായിക്കുമ്പോൾ. നമ്മുടെ 60 ഏക്കർ വരുന്ന എന്തിനാ 60 ഏക്കർ? നമ്മൾ ഈ ഇരിക്കുന്നിടത്തിന് തേക്കും കാടുണ്ടല്ലോ, അതിങ്ങനെ ഒലിച്ചു പോയി. ഈ കണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട്. 4 ഭാഗത്തും എത്ര കെട്ടിടങ്ങളാണ്, എത്ര ഷോപ്പുകളാണ്. ഇതൊക്കെ ഈ തൃശ്ശൂർ നഗരത്തിൽ കച്ചവടം ചെയ്ത് കിട്ടുന്ന പണമാണ്. അവർക്ക് ഈ തേക്കും കാടിനോടൊരു മതിപ്പ് വേണ്ടേപ്പാ, ഒരു കൂറ് വേണ്ടേ? അതിൻ്റെ 4 ഭാഗത്തും ഇല്ല. അവരുടെ കൂറ് കുറച്ചും കൂടി മാന്തിയാ കൊള്ളാമെന്നാ. ആ 60 ഏക്കർ പറമ്പൊന്നും പോകാതെ അത് ആ നൈസർഗിക രമണീയതയോടുകൂടി നിലനിർത്തണം എന്നൊരു തോന്നലില്ല. ദേവസ്വം ബോർഡ് ഉണ്ടായിട്ട് കാലത്രയായി. ഇപ്പോൾ ഇതിന് പണം വേണമെന്ന് പറഞ്ഞാൽ 14 കോടി ഉറുപ്പികയുടെ ഒരു ബഡ്ജറ്റ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചത്. 14 അല്ല, 140 കോടി ആയാലെന്താ? നമ്മുടെ പ്രജകൾ ദരിദ്രരാണെന്ന് ഭൂമാനന്ദ സ്വാമി സമ്മതിക്കില്ല. വേണ്ടത്ര പണം ഇവിടെയുണ്ട്. നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ പലരും അതിന് തരാൻ പറ്റുന്നവരുണ്ട്. എത്ര ലക്ഷക്കണക്കിനാണ് ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ? ഒന്ന് പറയും. കോടിക്കണക്കിന് ഉറുപ്പികയും ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകളാണ് അടുത്ത കാലത്ത് ഓരോരുത്തരും തുറന്നിരിക്കുന്നത്. ഇന്ത്യ വലിയൊരു കുതിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നണത്. നമ്മൾ അറിയണില്ല. ഇവിടെ പിടിക്കാൻ പുറപ്പെടുന്ന കള്ളപ്പണം അത് ഇവിടെ നിന്നുണ്ടായതല്ലേപ്പാ. എവിടെയാണ് നമുക്ക് കുറവെന്നാണ് ഞാൻ ചോദിക്കണത്. ഒരു ഭാഗത്ത് ദാരിദ്ര്യമുണ്ട്, അത് വേണ്ടതുപോലെ വിതരണം ചെയ്യാത്തത് കൊണ്ടാണ്. ഇന്ന് നല്ല കാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ അതിന് പറന്നെത്തും പണം, അതിന് കുഴപ്പം വരില്ല. നമ്മൾ സ്വയം പര്യാപ്തമാണ് ആ കാര്യത്തിൽ. ഭരണത്തിൽ മാത്രമേ ഇവിടെ കുഴപ്പമുള്ളൂ. എന്താ കാരണം? നല്ലൊരു പാർട്ടി വന്നാൽ ഇവിടെ ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര ആൾക്കാരുടെ കൂടെ വേണം ഭരിക്കാൻ? ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞ് കൊടുത്ത പണം നമ്മുടെ മന്ത്രിമാർ തന്നെ പറയാം, അവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ മുക്കാനും ശാപ്പിട്ടു എന്ന്. അതിനെന്താ ചെയ്യുക? അവർ മാത്രം ഒരു മന്ത്രി വിചാരിച്ചാൽ നടക്കുമോ? എത്ര ആളുകളിൽ കൂടി വേണം ഇത് നടക്കാൻ? അപ്പോൾ ഒരു വിപ്ലവാത്മകമായ ഒരു ദേശസ്നേഹവും ഒരു പ്രജാസ്നേഹവും ഇവിടെ ഉണ്ടായാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അതിനെ സൗന്ദര്യം, അതും ഒരു സൗന്ദര്യവത്കരണ, സുന്ദരമാക്കുക എന്ന് എഴുതിയാൽ മതി. കേൾക്കണോ? സൗന്ദര്യവത്കരണം. തേക്കും കാടിനെ അതിസുന്ദരമാക്കാൻ, രമണീയമാക്കാൻ എഴുതിയാൽ പോരെ. അതുകൊണ്ട് തൃപ്തിയില്ല അവർക്ക്. കയ്യിൽ കാശില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായി ഇത്തിരി പരാധീനതയാന്ന് പറയണം. അപ്പോഴേ നല്ല മലയാളമായുള്ളൂ. നേരം പോക്കാൻ ഞാനിങ്ങനെ വായിച്ച് ചിരിക്കും. അപ്പോൾ സൗന്ദര്യവത്കരണത്തിന് വേണ്ടി 14 കോടി ഉറുപ്പികയാണ് നീക്കിയിരിക്കുന്നത്. ഇതിന് മുമ്പൊരിക്കൽ പറയണ്ടായി, നല്ല നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഇവിടെ കുറേ മാവിൻ്റെ അത്ര പൂത്തു, അതിന് വീണാൽ എല്ലാവരും പറക്കി കൊണ്ടുപോട്ടേപ്പാ, എല്ലാവരും കൊണ്ടുപോട്ടെ. ദേവസ്വം ബോർഡ് അറിഞ്ഞൊരു പക്ഷേ ദാനം ചെയ്യാൻ അവർക്ക് വിഷമമുണ്ടാവും. കൊണ്ടുപോട്ടെ, അറിയാം. ദേവസ്വത്തിന് പണം കൂടുകയുള്ളൂ. ഇതിലത്തെ വിഭവങ്ങൾ മാമ്പഴം പറക്കി കുറേ ആൾക്കാർ തിന്നട്ടെ. എത്രത്തോളം കാലം തിന്നാലും അത്രത്തോളം നല്ലതാണ്, അത്ര വിശേഷമാണ്. ഇത് നല്ലപോലെ മനസ്സിലാക്കണം. അങ്ങനെ നിസർഗസുന്ദരമാക്കി നിർത്തുന്നു വലിയ വനങ്ങൾ മുഴുവനും. മനുഷ്യാധിവാസം ഉള്ളയിടത്ത് മാത്രമേ നമുക്ക് കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാറ്റിനും വ്യവസ്ഥ ചെയ്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കി ഈ പ്രപഞ്ചത്തിന് കോട്ടവും കുറവും വരാതെ നോക്കി നടത്താനുള്ള അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണു, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി സർവോത്കർഷേണ പരിലസിക്കുമ്പോൾ കിമ്മേ ജീവന ചിന്തയാ. കേട്ടുവോ നിങ്ങൾ? കേട്ടോ? എനിക്ക് ജീവനെ പറ്റി എന്തിനു ചിന്തിക്കണം, ആശങ്കപ്പെടണം? യതി ഹരിഹി വിശ്വം ഭരോ ജീയതേ. ഈ വിശ്വത്തെ മുഴുവൻ ഭരിക്കാൻ തയ്യാറായി അദ്ദേഹം ജാഗരൂകനായിരിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് ജീവിത ചിന്ത? അദ്ദേഹത്തിൻ്റെ ജാഗ്രത എത്രത്തോളമുണ്ട്, മുൻകരുതൽ. നോചേദർഭകരക്ഷണായ കുജയോരഗ്രേ കഥം നിർമ്മമേ. എത്രയോ കൊല്ലം കഴിഞ്ഞ് ഈ പെൺകുട്ടിക്ക് വിവാഹം കഴിയും. വിവാഹം കഴിച്ചാൽ ഗർഭവതിയാവും. 8-9 മാസം കഴിയുമ്പോഴേക്കും കുട്ടിയെ പറന്ന് വീഴും. ആ കുട്ടിക്ക് കുടിക്കാൻ പറ്റിയ തരത്തിൽ, തൊണ്ണിനൊന്നും കേടുവരാത്ത തരത്തിൽ, മുല കുടിക്കാൻ സൗകര്യത്തിൽ കുജാഗ്രങ്ങൾ എത്ര ഭംഗിയായി സ്നിഗ്ധമായി അദ്ദേഹം രചിച്ചിരിക്കണു. ഈ ഒരൊറ്റ കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. നോക്കൂ ആ ചിന്താഗതി.
നോചേതർഭകരക്ഷണായ കുജയോരഗ്രേ കഥം നിർമ്മമേ. അദ്ദേഹത്തിന് എന്താ അങ്ങനെ ഒരു ബുദ്ധി? അത് എത്ര രമണീയമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ശരീരഘടനകളുമെല്ലാം. ഇത്യാലോച്യ, ഈ കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ച് എൻ്റെ ജീവനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ആശങ്ക വന്നാൽ ഒപ്പം ഞാൻ ഈ ഒരു കാര്യം മനസ്സിലിങ്ങനെ ആലോചിക്കും. ഒരു കുട്ടിക്ക് കോട്ടം കൂടാതെ റെഡിമെയ്ഡ് ഫുഡ് കിട്ടണം എന്ന് പറഞ്ഞ് അമ്മയുടെ മാറിൽ സ്തന്യത്തിനുള്ള വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആ പ്രകൃതി ഹസ്തങ്ങളുണ്ടല്ലോ, ഈശ്വരൻ്റെ ആ ജാഗ്രത ദൃഷ്ടി, അതിൻ്റെ മുൻപിൽ തലകുരിക്കാനേ പറ്റുള്ളൂ. ഇത്യാലോച്യ മുഹുർമുഹുർ യദുപദേ ഗോപീപദേ സത്പദേ. അങ്ങ് യദുപതിയാണ്, സത്പതിയാണ്, ഗോപീപതിയാണ്. അങ്ങനെയുള്ള അങ്ങേ പാദാംഭോജനിഷേവയൈവ സതതം, ആ പാദാംഭോജങ്ങളെ സേവിച്ച് ഞാൻ കാലോമയാനീയതേ, എൻ്റെ കാലം മുഴുവൻ അങ്ങനെ ഞാൻ ചെലവഴിക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നു പൂർവ്വ സഹപാഠി, താൻ ഇതിനെപ്പറ്റി കഷ്ടപ്പെടരുത്. ഞങ്ങളുടെ സമ്പ്രദായമാണ്. ഞങ്ങൾക്ക് പണം വേണ്ട, പണം സമ്പാദിക്കണ്ട, അതിൻ്റെ ആവശ്യവുമില്ല. ഞങ്ങളെ സംരക്ഷിക്കുന്നത് ശ്രീഹരി നേരിട്ടാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ എന്തു കൊടുക്കണോ? ഒന്നും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ സർവോത്കർഷേണ അദ്ദേഹം പരിലസിക്കുന്ന ആ പരിലസനത്തിനെക്കുറിച്ച് ആലോചിച്ച് അതിൽ ആനന്ദം, അതിൽ സന്തോഷം, അതിൽ സാഫല്യം, അതിൽ താദാത്മ്യം, അതിൽ തന്മയത്വം, അത് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും കണ്ണിന്ന് ആനന്ദ ബാഷ്പം പൊടിയും, പല സമയത്തും കോൾമയിർ കൊള്ളാം ഞങ്ങളുടെ ശരീരം. അങ്ങനെ വിചാരിച്ച് ഞാൻ ഈ കാലം കഴിച്ചു കൂട്ടുകയാണ്. എന്താശങ്കയെനിക്കു ജീവനമതിൽ വിശ്വംഭരൻ നീ സദാ, കുഞ്ഞിൻ പാലനമോർത്തതിനുചിതമായി സ്തന്യം ചമച്ചില്ലയോ. വീണ്ടും വീണ്ടുമിതോർത്തു യാദവപദേ ഗോപീപദേ സത്പദേ, പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ, കാലം കഴിക്കുന്നു ഞാൻ. ഇതാണ് മറുപടി കൊടുത്തത്. ഇങ്ങനെ ഒരു വിചാരം ഭക്തിക്ക് വിധേയമായി നമുക്ക് പുലർത്തിക്കൂടെ? ഇത് നമ്മുടെ മനസ്സിൽ നമുക്ക് താലോലിച്ചൂടെ? ഈ ഒരു വിചാരം വന്നാലും മനസ്സിലുള്ള കർത്തൃഭാവവും ഭോക്തൃഭാവവും പോവുമല്ലോ. അതോടുകൂടി ആഗ്രഹങ്ങളെല്ലാം അസ്തമിക്കില്ലേ? നമ്മുടെ മനസ്സ് നിർദ്വന്ദ്വമാവില്ലേ? സുഖദുഃഖങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും കിട്ടാനുള്ളത്. ഈ സുഖദുഃഖത്തിൻ്റെ രചയിതാവ് ആരാ? എൻ്റെ മനസ്സാണ്. അതിൽ സുഖം അഭിലഷണീയമല്ല. കാരണം ദുഃഖത്തിന് പിന്നാലെയും ദുഃഖത്തിലേക്ക് നയിക്കുന്നതുമാണ്. സുഖം എന്ന് പറഞ്ഞാൽ രണ്ട് ദുഃഖങ്ങളുടെ ഉള്ളിലാണ്. അപ്പോൾ അതിൽ പ്രത്യേകം ആകർഷണീയതയില്ല എന്ന് മനസ്സിലാക്കി സുഖത്തിനെയും ദുഃഖത്തെയും അത് രണ്ടും ഉണ്ടാക്കുന്ന ദ്വന്ദ്വ സമൂഹങ്ങൾ മുഴുവനെയും നാം അതിജീവിച്ച് മനസ്സിന് നിർദ്വന്ദ്വമായിരിക്കുന്ന ഒരു ഐശ്വരപദം കൈക്കലാക്കാൻ സാധിക്കുമല്ലോ. അത് സാധിച്ചാൽ നിങ്ങളുടെ സ്ഥിതി എന്തായപ്പാ? നിങ്ങളെ തുലനം ചെയ്യാൻ പറ്റില്ല. അത്ര വിശേഷപ്പെട്ട ഒരു നിലയാണ്. പാദാംഭോജനിഷേവ കൊണ്ടു സതതം കാലം കഴിക്കുന്നു ഞാൻ. ആ സഹപാഠിയുടെ മനസ്സിൽ എന്തായിരിക്കും പ്രതികരണം? തൻ്റെ പൂർവ്വകാല സഹപാഠിയുടെ ഈ ഉണർത്തൽ കേട്ടെന്ന് വിചാരിച്ച് നിങ്ങളിന്ന് കിടന്നുറങ്ങും. നിങ്ങളുടെ മനസ്സ് കാശിയിലേക്ക് ചെല്ലട്ടെ. വിശ്വനാഥ ദർശനം കൊണ്ട് തൃപ്തിയാവാതെ ഒരു മഹാത്മാവിനെ കാണണം എവിടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് ചെന്ന് അവിടെ പഴവും പുഷ്പങ്ങളും മാലയും ഒക്കെ സമർപ്പിച്ച് നമസ്കരിച്ച് മുഖത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു വ്യത്യാസം തോന്നി. അന്വേഷിച്ച് അവർ തമ്മിൽ നടന്ന സംവാദം പുതുമയോടുകൂടി പാരിജാത പുഷ്പം പോലെ സുഗന്ധം പരത്തിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലും മൂക്കിലൊക്കെ നിൽക്കട്ടെ. ഇന്ന് അങ്ങനെ കഴിച്ചുകൂട്ടുക. നാളെ നമുക്ക് ഈ സംവാദം തുടരാം. നമുക്ക് നിർത്താം, നാളെ ആരംഭിക്കാം.
ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശഃ പ്രദീപഃ ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. ഹരി ഹരി ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു. നമ്മൾക്ക് അസലായി ഒരു തപോനുഷ്ഠാനം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യാം. സമാപന ഓങ്കാരം. ഓ ഹരി ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു.